നമസ്കാരം. എല്ലാവർക്കും ഇന്നത്തെ മീറ്റിംഗ് ഹാളിലേക്ക് ഹാർദമായ സ്വാഗതം ആശംസിക്കുകയാണ്. വ്യത്യസ്തമായ സ്ഥലങ്ങളിൽ ഇരുന്നു കൊണ്ട് വ്യത്യസ്തമായ മാനസികാവസ്ഥയിൽ ടെക്നോളജിയുടെ സാധ്യത പ്രയോജനപ്പെടുത്തിക്കൊണ്ട് നമുക്ക് ഈ മീറ്റിംഗ് ഹാളിൽ ഇരിക്കാൻ സാധിക്കുന്നത് ദൈവത്തിന്റെ മഹത്തരമായ അനുഗ്രഹം കൊണ്ടാണ്. ഒരു നിമിഷം നമുക്ക് ദൈവത്തെ ഒന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആരംഭിക്കാം. താങ്ക് യു. ഓരോ ദിവസവും പുതിയ പുതിയ ആശയങ്ങൾ കാണുന്നവരാണ് നമ്മൾ എല്ലാവരും. ജീവിതത്തിന്റെ ഈ ഒരു കാലയളവിൽ നമ്മൾ കണ്ടിരിക്കുന്ന, മനസ്സിലാക്കിയിരിക്കുന്ന, നമ്മൾ ഏറ്റെടുത്ത പല ആശയങ്ങളും അതിന്റെ അനുഭവങ്ങളും അതിന്റെ ആകത്തുകയാണ് ഇന്നത്തെ നമ്മുടെ മാനസികാവസ്ഥ എന്ന് പറയുന്നത്. സ്വാഭാവികമായിട്ടും ആശയങ്ങൾ ഓരോന്നും നമ്മൾ കാണുമ്പോഴും അതിൽ എന്ത് വ്യത്യസ്തതയാണ് ഉള്ളത് എന്ന് നമ്മൾ പഠിക്കാൻ ശ്രമിക്കാറുണ്ട്. ആ വ്യത്യസ്തതയുടെ സാധ്യതകൾ പ്രയോജനപ്പെടുത്താൻ വേണ്ടി ഇറങ്ങിത്തിരിക്കാറുമുണ്ട്. അതിൽ നേട്ടങ്ങളും കോട്ടങ്ങളും എല്ലാം നമുക്ക് എല്ലാവർക്കും സംഭവിച്ചിട്ടുണ്ടാകും. ഇന്ന് ഈ വീഡിയോ പ്രസന്റേഷനിൽ ഞാൻ ആഗ്രഹിക്കുന്നതും അത്തരം ഒരു പുതിയ ഒരു മേഖലയെക്കുറിച്ച് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരിക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ്. ഈ മേഖലയ്ക്ക് ഒരുപാട് സാധ്യതകളുണ്ട്. ഈ മേഖലയുടെ സാധ്യതകൾ ഓരോന്നും നമ്മൾ വ്യക്തമായിട്ട് പഠിക്കാൻ തയ്യാറാണെങ്കിൽ ലോകത്ത് ഇനി വരാൻ പോകുന്ന ഏറ്റവും വലിയൊരു ട്രെൻഡ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന സബ്ജക്റ്റിൽ നമുക്ക് കണ്ടെത്താൻ സാധിക്കും. അത് സാധിക്കുന്നവർക്ക്, അത് പ്രയോജനപ്പെടുത്താൻ പറ്റുന്നവർക്ക് ദൈവം അനുഗ്രഹിക്കാൻ പറ്റുന്ന അനുകൂലമായ എല്ലാ സാഹചര്യങ്ങളും ഉണ്ടാക്കി തരട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് പ്രസന്റേഷനിലേക്ക് ഞാൻ കിടക്കുകയാണ്. ചെതർ ഓഷ്യൻ, എ സെൽഫ് അപ്രീഷിയേറ്റിംഗ് ഡെഫി പ്രൊജക്ട്. ഇതൊരു വുഡ പ്രൊജക്റ്റ് ആണ്. വുഡ എന്ന് പറയുന്നത് വാല്യൂ അപ്പ് ഡിജിറ്റൽ അസറ്റ്, വില കയറുക മാത്രം ചെയ്യുന്ന ഒരു ഡിജിറ്റൽ അസറ്റ്. വില കയറുക മാത്രം ചെയ്യുന്ന ഒരു ഡിജിറ്റൽ അസറ്റ് എന്ന് ഞാൻ അതിനെ എടുത്തു പറയുമ്പോൾ ഒരുപക്ഷെ അത് പെട്ടെന്ന് ഉൾക്കൊള്ളാൻ പറ്റാത്ത ഒരു കാര്യമായിട്ട് നമുക്ക് ഫീൽ ചെയ്തേക്കാം. കാരണം ഇതുവരെ കണ്ടിരിക്കുന്ന ഒരു മേഖലയിലും വില കയറുക മാത്രം ചെയ്യുന്ന ഒരു പ്രോസസ് നമ്മൾ കണ്ടിട്ടില്ല. വില കയറുന്നുണ്ടെങ്കിൽ അതിന് ആനുപാതികമായിട്ട് വില ഇറങ്ങേണ്ട ഒരു സാഹചര്യം കൂടെയും ആ മാർക്കറ്റിൽ സംഭവിക്കാൻ നമ്മുടെ അനുഭവത്തിൽ സാധ്യതയുണ്ട്. എന്നാൽ സെൽഫ് അപ്രീഷിയേറ്റിംഗ് ഡെഫി പ്രൊജക്റ്റ് ആയ ടെതർ ഓഷ്യൻ അത് വില കയറുക മാത്രം ചെയ്യുന്ന ഒരു സയൻസ് മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. www.tetherocean.com എന്ന വെബ്സൈറ്റിലൂടെ അതിന്റെ എല്ലാ ഇൻഫോർമേഷൻസും നിങ്ങൾക്ക് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും. എന്നാൽ അതിന്റെ ഓപ്പറേഷൻ ലെവലിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ട്രസ്റ്റ് വാലറ്റ്, മെറ്റാമാസ്ക്, ടോക്കൺ പോക്കറ്റ് ഇതിലേതെങ്കിലും ഒരു ഡീസെൻട്രലൈസ്ഡ് വാലറ്റ് കൂടിയേ തീരൂ. കാരണം ഈ പ്രൊജക്ട് 100% ഡീസെൻട്രലൈസ്ഡ് സിസ്റ്റമാണ്. ഇതിന്റെ എല്ലാ കൺട്രോളുകളും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിൽ കോർഡിനേറ്റ് ചെയ്തിരിക്കുന്ന ഒരു ഡെഫി പ്ലാറ്റ്ഫോം ആയിട്ടാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇതിന്റെ സപ്ലൈ, ലിക്വിഡിറ്റി, ബൈ, പ്രൈസ് എല്ലാ പ്രോസസ്സും അത് ഡീസെൻട്രലൈസ്ഡ് പ്രോഗ്രാം ആയിട്ട് ഡിസൈൻ ചെയ്തിരിക്കുന്നു. BEP20 പ്ലാറ്റ്ഫോമിൽ ബ്ലോക്ക് ചെയിൻ BEP20 ആണ്. ഇതിന്റെ ബൈ ആൻഡ് സെൽ പ്രോസസ് ആണ് ഇതിന്റെ മുന്നോട്ടുള്ള പ്രയാണത്തെ നിയന്ത്രിക്കുന്നത്. ഈ ബൈ സെൽ പ്രോസസ്സുകൾ ഈ സിസ്റ്റത്തിൽ ഒരു സ്മാർട്ട് കോൺട്രാക്ട് ആയിട്ട് തയ്യാറാക്കിയിരിക്കുന്നു. അത് റിയൽ ടൈം ആയിട്ട്, ഇൻസ്റ്റന്റ് ആയിട്ട് നടക്കുന്ന രൂപത്തിലാണ് തയ്യാറാക്കി വെച്ചിരിക്കുന്നത്. ഇതിൽ പ്രവർത്തിക്കാൻ തയ്യാറാകുന്നവർക്ക് കൈ നിറയെ പണം സമ്പാദിക്കാനുള്ള ഓപ്പർച്യൂണിറ്റി സിസ്റ്റം ഒരുക്കിയിട്ടുണ്ട്. റിയൽ ടൈം പേ ഔട്ട് അത് 43% വയ്ക്കുന്നുണ്ട്. ഇൻസ്റ്റന്റ് ആയിട്ട് അതും നമുക്ക് എൻകാഷ് ചെയ്യാൻ പറ്റുന്ന സാഹചര്യമാണ് ഈ സിസ്റ്റത്തിൽ ഒരുക്കിയിരിക്കുന്നത്. അപ്പൊ ഇതുവരെ നമ്മൾ കണ്ട പ്രൊജക്റ്റിൽ ഉള്ള ചില കാര്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും, ഇല്ലാത്ത ചില കാര്യങ്ങൾ കാണാൻ സാധിക്കും. പൊതുവെ പറയുകയാണെങ്കിൽ ഏതൊരു പ്രൊജക്റ്റിന്റെ ഭാഗമായിട്ട് നമ്മൾ മാറുമ്പോഴും ഇൻപുട്ട് കൊടുക്കാൻ വളരെ ഈസി ആയിരിക്കും, പക്ഷെ ഔട്ട്പുട്ട് കൊടുക്കാൻ വളരെ ഡിഫിക്കൽട്ട് ആയിരിക്കും. അതിന് ഒരുപാട് കണ്ടീഷൻസും ക്രൈറ്റീരിയകളും കുറെ പ്രോഗ്രാമുകളും കുറെ പ്രോസസ്സുകളും നമ്മളോട് ആവശ്യപ്പെടാറുണ്ട്. വിഡ്രോ ചെയ്യുന്ന പ്രോസസ്സിൽ 24 മണിക്കൂർ സമയം, 48 മണിക്കൂർ സമയം, ഒരാഴ്ച സമയം, ആഴ്ചയിൽ ഒരിക്കൽ വിഡ്രോ ചെയ്യാം, മാസത്തിൽ വിഡ്രോ ചെയ്യാം. ഇങ്ങനെ നിരവധി കണ്ടീഷനിലൂടെയാണ് ഔട്ട്പുട്ട് ഏതൊരു സിസ്റ്റവും നമ്മുടെ മുമ്പിൽ പരിചയപ്പെടുന്നത്. പക്ഷേ ടെതർ ഓഷ്യൻ മുന്നോട്ട് വയ്ക്കുന്ന സൊല്യൂഷനിൽ റിയൽ ടൈം ആണ്, ഇൻസ്റ്റന്റ് ആയിട്ട് ബ്ലോക്ക് ചെയിൻ പ്രോസസ്സിംഗ് ടൈം മാത്രമാണ് സിസ്റ്റത്തിന് ആവശ്യമുള്ളൂ.
ഇതെല്ലാം നമ്മുടെ മുമ്പിൽ ചില പുതിയ അനുഭവങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട്. ഈ പുതിയ അനുഭവങ്ങളിലേക്ക് നമ്മൾ കടന്നു പോകുമ്പോൾ ആ അനുഭവത്തിന്റെ ഭാഗമായിട്ട് മാറാൻ നമുക്ക് മുതൽ മുടക്കേണ്ടി വരുന്നത് വെറും 20 USDT ആണ്. 20 USDT സിസ്റ്റത്തിന്റെ ഭാഗമായിട്ട് നമുക്ക് മാറാം. അത് 21, 22, 25, 30 നമ്മുടെ കപ്പാസിറ്റിക്ക് അനുസരിച്ച് $1000 വരെ ഒരു സിംഗിൾ പർച്ചേസിന് വേണ്ടി നമുക്ക് ഉപയോഗിക്കാം. ഇനി 1050 ചെയ്യണമോ? 1000 ചെയ്തു, പിന്നെ 50 ചെയ്യാം. 2000 ചെയ്യണമോ? 1000 ചെയ്തു, വീണ്ടും 1000 ചെയ്യാം. അങ്ങനെ പല രൂപത്തിൽ 1000 എന്ന മാക്സിമം എമൗണ്ട് ഉപയോഗിച്ചുകൊണ്ട് ഒരു സിംഗിൾ ബൈ ചെയ്യാൻ പറ്റുന്ന സാഹചര്യം, അതിന്റെ മൾട്ടിപ്പിൾസ് ആയിട്ട് എത്ര വേണം നമുക്ക് ചെയ്യാൻ പറ്റുന്ന സാഹചര്യം, ഇതാണ് സിസ്റ്റത്തിന്റെ ഭാഗമായിട്ട് മാറാൻ സിസ്റ്റം ആവശ്യപ്പെടുന്ന ഇൻപുട്ട് പേയ്മെന്റ്. അങ്ങനെ ഇൻപുട്ട് കൊടുക്കുമ്പോൾ സിസ്റ്റം തരുന്നത് നമ്മൾ കൊടുത്ത ഇൻപുട്ട് എത്രയോ അതിന്റെ 35% വില വരുന്ന യൂണിറ്റ്സ് ആണ്, കോയിൻസ് ആണ്. ഒരു ഡിജിറ്റൽ അസറ്റ് മാത്രമാണത്. അത് ട്രാൻസ്ഫറബിൾ അല്ല, മറ്റുള്ളവർക്ക് കൈമാറാൻ സാധിക്കില്ല, ഹാൻഡ് ഓവർ ചെയ്യാൻ സാധിക്കില്ല. അതിന് ഒരേ ഒരു പർപ്പസ് ആണ്, സെല്ല് ചെയ്ത് USDT ആയിട്ട് നമുക്ക് തിരിച്ചെടുക്കാം. USDT കൊടുത്ത് നമുക്ക് വാങ്ങാം, തിരിച്ച് USDT കൊടുത്താൽ USDT തിരിച്ചു കിട്ടുകയും ചെയ്യും. അപ്പോ പൈസ കൊടുക്കുമ്പോൾ 35% വിലയുള്ള കോയിനെ കിട്ടുമല്ലോ എന്ന് പറയുമ്പോൾ അവിടെ ഒരു നഷ്ടസാധ്യത ഇല്ലേ? തീർച്ചയായും ഉണ്ട്. പക്ഷെ മറ്റുള്ള ഏത് പ്രൊജക്റ്റുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴും മുതൽ മുടക്കുന്ന സെക്കൻഡിൽ തന്നെ 35% എടുക്കാനുള്ള ഫെസിലിറ്റി അത് ടെതറോഷൻ മുന്നോട്ട് വയ്ക്കുന്ന ആശയത്തിൽ മാത്രമേ നമുക്ക് കാണാൻ സാധിക്കൂ. മറ്റുള്ള ഏത് ആശയത്തിൽ പോയാലും 100% നമുക്ക് 0% സ്റ്റാർട്ട് ചെയ്യുന്ന സാഹചര്യമായിരിക്കും. ഒരുപക്ഷെ നമ്മൾ കൊടുക്കുന്ന എമൗണ്ടിന് തത്തുല്യമായിട്ടുള്ള യൂണിറ്റ്സ് തരുമെന്ന് അവർ പറയുന്നുണ്ടാകാം. പക്ഷെ ആ യൂണിറ്റിനെ എൻകാഷ് ചെയ്യാനുള്ള ഫെസിലിറ്റി അവിടെ ഉണ്ടാകില്ല. ഇൻസ്റ്റന്റ് ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റുന്ന എമൗണ്ട് എത്രയാണെന്ന് ചോദിച്ചാൽ 0 ആയിരിക്കും. ടെതറോഷൻ മുന്നോട്ട് വയ്ക്കുന്ന ആശയത്തിൽ 35% ഫണ്ട് ഇൻസ്റ്റന്റ് ആയിട്ട് വേണമെങ്കിൽ നമുക്ക് എടുക്കാം. എടുക്കാതിരുന്നാൽ, ആ വന്ന എമൗണ്ട് എടുക്കാതിരുന്നാൽ സിസ്റ്റത്തിൽ നടക്കുന്ന ഓരോ ബൈ ട്രാൻസാക്ഷൻ നടക്കുമ്പോഴും ഓരോ സെൽ ട്രാൻസാക്ഷൻ നടക്കുമ്പോഴും അതിന്റെ വാല്യൂ കൂടിക്കൊണ്ടേയിരിക്കും. അപ്പൊ 35% തുടങ്ങി പതിയെ 36% എത്തും, 37%, 38%, 40% എത്തും. അത് 100%, 200%, 300%, 400%, 500, 1000, 10,000% എത്താനുള്ള പോസിബിലിറ്റി ഈ സിസ്റ്റത്തിൽ ഉണ്ട്. ഉണ്ടോ? ഉണ്ട് എന്ന് വെറുതെ പറഞ്ഞാൽ പോരല്ലോ, ഉണ്ടോ? തീർച്ചയായും ആ ഒരു മേഖലയെ കുറിച്ചാണ് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. അപ്പൊ കടന്നു വരാൻ എളുപ്പമാണെന്ന് മനസ്സിലായി. ഇനി അങ്ങനെ കടന്നു വന്നുകൊണ്ട് നമുക്ക് എന്താ ഗുണം? അങ്ങനെ ഒരു ഗുണത്തെക്കുറിച്ച് നമ്മൾ തിരിച്ചറിയണ്ടേ? ആ ഗുണത്തെക്കുറിച്ചാണ് എനിക്ക് നിങ്ങളോട് ഇനി സംസാരിക്കാനുള്ളത്. സിസ്റ്റത്തിൽ ഒരു ബൈ എമൗണ്ട് വന്നാൽ, ഒരാൾ പൈസ കൊടുത്ത് വാങ്ങിയാൽ സിസ്റ്റം ചെയ്യുന്ന ജോലി ഇത്രയേ ഉള്ളൂ. ആ വന്ന എമൗണ്ടിന്റെ 52% ഇതിന്റെ ലിക്വിഡിറ്റിയിലേക്ക്, അതായത് ഈ സിസ്റ്റത്തിന്റെ ബാക്കപ്പ് അസറ്റിലേക്ക് BEP20 ബ്ലോക്ക് ചെയിനിൽ സ്റ്റോർ ചെയ്ത് വെക്കും. അപ്പൊ $1000 കൊടുത്താൽ $520 സ്റ്റോർ ചെയ്ത് വെക്കും. $100 കൊടുത്താൽ $52 സ്റ്റോർ ചെയ്ത് വെക്കും. അങ്ങനെ നമ്മൾ കൊടുത്ത സംഖ്യ എത്രയാണോ അതിന്റെ 52% പൈസ ഇതിന്റെ ബ്ലോക്ക് ചെയിനിൽ സ്റ്റോർ വയ്ക്കുന്ന ഒരു കാര്യമാണ് സിസ്റ്റം ആദ്യം ചെയ്യുക. ബാക്കി വരുന്ന 48% പൈസ എന്ത് ചെയ്യും? അതിൽ 5% ഈ സിസ്റ്റം മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കും. കാരണം ഇതൊരു ടെക്നോളജിയാണ്, ഒരു പ്ലാറ്റ്ഫോമാണ്. ഈ പ്ലാറ്റ്ഫോം മെയിൻറ്റെയിൻ ചെയ്ത് പോകേണ്ടതാണ്. ഇതിന്റെ സെർവറുകൾ കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് പോകണം. ഇതിന്റെ വെബ്സൈറ്റുകൾ കൃത്യമായിട്ട് റിന്യൂ ചെയ്ത് പോകണം. സിസ്റ്റത്തിൽ വരുന്ന അപ്ഡേറ്റ്സ് കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് പോകണം. ആ മെയിൻ്റനൻസിന് എക്സ്പെൻസ് ഉണ്ട്. ഈ എക്സ്പെൻസ് നമ്മൾ തന്നെ കൊടുക്കുന്ന പൈസയിൽ നിന്നും അവർ മാറ്റിവെക്കുന്നു. ലോകത്ത് എല്ലായിടത്തും അങ്ങനെ തന്നെയാണല്ലോ, അല്ലെ? തീർച്ചയായും വീട്ടിലെ ഇലക്ട്രിസിറ്റി ബില്ല് അത് മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ മീറ്റർ വേണം. മീറ്ററിന്റെ വാടക നമ്മൾ തന്നെ കൊടുക്കണം. അങ്ങനെയാണ് സിസ്റ്റം വെച്ചിരിക്കുന്നത്, അല്ലെ? അപ്പോ ഇവിടെ ഒരു മെയിൻ്റനൻസിന് വേണ്ടി ഒരു ഫണ്ട് മാറ്റിവെക്കുന്നു. നമ്മൾ കൊടുക്കുന്ന പൈസയുടെ 5%. അപ്പൊ $1000 കൊടുത്താൽ $50 അതിനു വേണ്ടി ഉപയോഗിക്കുന്നതാണ്. ഇനിയുമുണ്ട് 43% ഫണ്ട്. ആ 43% ഫണ്ട് ഇതിന്റെ മാർക്കറ്റിംഗ് എക്സ്പെൻസ് ആണ്. ഈ സിസ്റ്റം പ്രൊമോട്ട് ചെയ്യപ്പെടേണ്ടതാണ്, കൂടുതൽ ആളുകളിലേക്ക് എത്തേണ്ടതാണ്. ഇതൊരു നിസ്സാരം ആളുകളിൽ ഒതുങ്ങേണ്ട സബ്ജക്റ്റ് അല്ല, ലോകം മുഴുവൻ വ്യാപിക്കേണ്ടതാണ്. അങ്ങനെ വ്യാപിക്കണം എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇതിന്റെ പരസ്യ പ്രചാരണ സംവിധാനങ്ങൾ ഉണ്ടാകണം, മാർക്കറ്റിംഗ് രംഗം ശക്തിപ്പെടണം. അതിനുവേണ്ടി നമ്മൾ കൊടുക്കുന്ന എമൗണ്ടിന്റെ 43% ഈ സിസ്റ്റം ഉപയോഗിക്കും. അപ്പോ
വന്ന ഫണ്ട് എന്ത് ചെയ്തു എന്ന് നമുക്ക് കൃത്യമായിട്ട് കണക്കുണ്ട്. ഈ കണക്കനുസരിച്ച് മുന്നോട്ട് പോകുമ്പോൾ നേരത്തെ പറഞ്ഞ പ്രോസസ് നടക്കുമോ? ബൈ സെൽ അനുപാതത്തിലൂടെ ഇതിന്റെ വില കയറാനുള്ള പോസിബിലിറ്റി ഉണ്ടോ? വാങ്ങുമ്പോഴും വിൽക്കുമ്പോഴും വില കയറുമോ? നമ്മൾ മനസ്സിലാക്കേണ്ടത് അത്രയേ ഉള്ളൂ. അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ സിസ്റ്റത്തിൽ വലിയ സാധ്യത നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ ആരാണ് മാർക്കറ്റ് ചെയ്യുന്നത്? ഇപ്പൊ ഞാൻ ഈ സിസ്റ്റം മാർക്കറ്റ് ചെയ്യുന്ന ഒരാളാണ്. എന്താണ് എന്റെ റോൾ? ഈ സിസ്റ്റത്തെ കുറിച്ച് മറ്റുള്ളവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. എങ്ങനെയാണ് എനിക്ക് സിസ്റ്റത്തിൽ വരാൻ പറ്റിയത്? ഈ സിസ്റ്റത്തിൽ ഏതെങ്കിലും ഒരു എമൗണ്ട് കൊടുത്ത് ഈ പാക്കേജിൽ കുറച്ച് കോയിൻസ് ഞാൻ വാങ്ങി, അതുകൊണ്ടാണ് ഈ സിസ്റ്റത്തിന്റെ ഭാഗമായിട്ട് മാറാൻ പറ്റിയത്. അപ്പോൾ ഇതിൽ വരുന്ന ഏതൊരാൾക്കും മാർക്കറ്റിംഗ് ഏറ്റെടുക്കാം. ഇതിനുവേണ്ടി പ്രത്യേകിച്ച് അഡീഷണൽ പൈസ കൊടുക്കേണ്ട ആവശ്യമില്ല. ഓപ്പർച്യൂണിറ്റി ആയിട്ട് ഈ സിസ്റ്റത്തെ കാണാൻ പറ്റുന്ന ഏതൊരാൾക്കും ഇത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാം. ആർക്കാണ് ഷെയർ കൊടുക്കാൻ സാധിക്കുക? സ്മാർട്ട് ഫോൺ കൈവശമുള്ള ഏതൊരാൾക്കും ഇത് ഷെയർ കൊടുക്കാം. അത്യാവശ്യം സ്വപ്നങ്ങളുള്ള, ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ആയിത്തീരണം എന്ന് ആഗ്രഹിക്കുന്ന ഏതൊരാൾക്കും ഇത് ഷെയർ ചെയ്ത് കൊടുക്കാം. അങ്ങനെ ഷെയർ ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന ഏതൊരാൾക്കും ഇതിലൂടെ 43% വരുന്ന മാർക്കറ്റിംഗ് എക്സ്പെൻസിനെ വരുമാനമാക്കി മാറ്റിയെടുക്കാം. അതിന് സിസ്റ്റം ഒരു കണ്ടീഷൻ പറയുന്നുണ്ട്. ആ 43%-ൽ 23% 10 ലെവലിലേക്കാണ് സിസ്റ്റം ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഈ 10 ലെവൽ എന്ന് ഉദ്ദേശിക്കുന്നത്, നമുക്ക് രജിസ്റ്റർ ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ എടുത്തത് $20 കൊണ്ടായിരിക്കാം, ചിലപ്പോൾ $100 കൊണ്ടായിരിക്കാം, ചിലപ്പോൾ $150 കൊണ്ടായിരിക്കാം, ചിലപ്പോൾ $1000 കൊണ്ടായിരിക്കാം, ഒരുപക്ഷെ $10,000 കൊണ്ടായിരിക്കാം, ഒരുപക്ഷെ $1,00,000 കൊണ്ടായിരിക്കാം. പക്ഷെ നമുക്കൊരു ഇൻവൈറ്റ് ലിങ്ക് ഉണ്ടാകും. ആ ഇൻവൈറ്റ് ലിങ്ക് ഉപയോഗിച്ചിട്ടാണ് വേറൊരാൾ അവരുടെ ഭാഗമായിട്ട്, ഈ സിസ്റ്റത്തിന്റെ ഭാഗമായിട്ട് മാറുക. അങ്ങനെ നമ്മുടെ ഇൻവൈറ്റ് ലിങ്ക് ഉപയോഗിച്ച് ആരെല്ലാം ഈ സിസ്റ്റത്തിന്റെ ഭാഗമായിട്ട് മാറുന്നുണ്ടോ അവരെല്ലാം നമ്മുടെ ഫസ്റ്റ് ലെവലാണ്. അതിൽ നിന്നും അവർ മുതൽ മുടക്കുന്ന സംഖ്യയുടെ 10% നമുക്ക് കമ്മീഷനായിട്ട് കിട്ടും. അപ്പൊ ഞാൻ $100 സ്റ്റാർട്ട് ചെയ്തു. ഞാൻ $1000 ഒരാളെ റെഫർ ചെയ്താൽ എനിക്ക് $100 വരുമാനം കിട്ടും. ആ കിട്ടിയ വരുമാനത്തിന്റെ പ്രത്യേകത, ഇൻസ്റ്റന്റ് ആയിട്ട് എനിക്ക് വിഡ്രോ ചെയ്യാം. ആ $100 എന്റെ വാലറ്റിൽ വരുമാനമായിട്ട് മാറും. നോക്കൂ, വളരെ പ്രത്യേകതയുള്ള സിസ്റ്റം അല്ലേ? ഞാൻ $100 കൊണ്ട് സ്റ്റാർട്ട് ചെയ്തു. ഒരു ബിസിനസ് ചെയ്തപ്പോൾ $100 വരുമാനമാക്കി എടുക്കാൻ പറ്റിയെന്ന് പറഞ്ഞാൽ എത്ര ഫാസ്റ്റ് ആയിട്ടാണ് ആ ഇൻകം എടുക്കാൻ പറ്റുക? അതിൽ നിന്നൊരു ഇൻകം പോലും, ഒരു സർവീസ് ചാർജ് പോലും ഡിഡക്ഷൻ ഇല്ല എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും വളരെ ഫാസ്റ്റ് ആയിട്ട് ഏൺ ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി നമുക്കിവിടെ കാണാൻ സാധിക്കും, അല്ലേ? തീർച്ചയായും. എന്നാൽ ഈ 10%, അത് 14%, 18%, 22%, 26% വരെയായിട്ട് കൂട്ടിയെടുക്കാനുള്ള അവസരം ഉണ്ടെങ്കിലോ? അതിന് സിസ്റ്റം വെച്ചിരിക്കുന്ന, നിങ്ങൾ സ്ക്രീനിൽ റൈറ്റ് ലോ പാർട്ടിൽ കാണാൻ സാധിക്കും, ഇൻഫിനിറ്റ് ലെവൽ ഇൻകം 4 മുതൽ 16% ബേസ്ഡ് ഓൺ റാങ്ക്. റാങ്കുകൾ അച്ചീവ് ചെയ്താൽ ഈ ഫസ്റ്റ് ലെവൽ ഇൻകം 10 എന്നുള്ളത് 26% വരെയായിട്ട് കൂട്ടിയെടുക്കാൻ സാധിക്കും. ഞാൻ പറഞ്ഞു തരാം എങ്ങനെയാണെന്നുള്ളത്. ഏറ്റെടുക്കാൻ പറ്റുന്നവർക്ക് അതും ഏറ്റെടുക്കാം, ആ ലെവലിലേക്ക് ഉയരാം. നമുക്കറിയാം, ഏതൊരു പ്രൊഫഷനിൽ എത്തിയാലും അതിൽ നമ്മൾ അഗ്രസീവായിട്ട് ഏറ്റെടുക്കാൻ തയ്യാറായാൽ അതിൽ ഏറ്റവും മാക്സിമം ഏണിങ്സ് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. ഒരു ബിഗിനർക്ക് അത് സാധിക്കണം എന്നില്ല. പക്ഷെ ഒരു ബിഗിനറെ വളരെ സപ്പോർട്ടെല്ലാം കൊടുത്ത് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയി ബിസിനസ്മാനായി മാറ്റാൻ പറ്റുന്ന സാഹചര്യം ചെതറോഷൻ ഒരുക്കി വെക്കുന്നുണ്ട്. സോ ലെവൽ 1-ൽ 10%, ലെവൽ 2-ൽ 3% തരുന്നത്. ഈ 13% കിട്ടാൻ വേണ്ടി ഒരു ക്രൈറ്റീരിയ വരെ ഇല്ല കേട്ടോ. അതായത്, ഞാൻ ഈ സിസ്റ്റത്തിൽ കടന്നു വന്നു, ഞാൻ എന്റെ സുഹൃത്തിനെ പരിചയപ്പെടുത്തി, അദ്ദേഹത്തിന്റെ സുഹൃത്തിനെ അപ്പം തന്നെ പരിചയപ്പെടുത്തി. എന്റെ സുഹൃത്തിനെ പരിചയപ്പെടുത്തിയപ്പോൾ അദ്ദേഹം മുതൽ മുടക്കിയ എമൗണ്ടിന്റെ 10% എനിക്ക് കിട്ടി. അദ്ദേഹത്തിന്റെ സുഹൃത്തിനെ പരിചയപ്പെടുത്തിയപ്പോൾ അദ്ദേഹത്തിന്റെ മുതൽ മുടക്കിയതിന്റെ 10% എന്റെ സുഹൃത്തിന് കിട്ടി, 3% എനിക്കും കിട്ടി. ഒരു പ്രത്യേകിച്ച് ഒരു ക്രൈറ്റീരിയ അതിന് പറയുന്നില്ല. പക്ഷെ അദ്ദേഹം വീണ്ടും പരിചയപ്പെടുത്തിയാൽ അതെന്റെ 3ാമത്തെ ലെവലാണ്. 3, 4, 5 ലെവലിൽ എനിക്ക് 2% വീതം കിട്ടുന്നുണ്ട്. പക്ഷെ അത് കിട്ടണമെങ്കിൽ കണ്ടീഷൻ സിസ്റ്റം പറയുന്നുണ്ട്, ഞാൻ മിനിമം $50 പാക്കേജ് എടുത്ത ഒരാളായിരിക്കണം. അത് തുടക്കത്തിൽ തന്നെ വേണമെന്നില്ല. ഞാൻ $20 സ്റ്റാർട്ട് ചെയ്ത ഒരാളായിരിക്കാം. പക്ഷെ ഞാൻ ടോപ്പപ്പ് ചെയ്ത് അത് $50 എത്തിയിട്ടുണ്ടാകണം. 5 ഡയറക്റ്റ് റെഫറൽ ഞാൻ ചെയ്തിട്ടുണ്ടാകണം. 5 പേർക്ക് മിനിമം ഈ സിസ്റ്റം ഞാൻ റെക്കമെൻഡ് ചെയ്ത് അവരെ ഈ സിസ്റ്റത്തിൽ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ടാകണം. എന്റെ ഇൻവൈറ്റ് ലിങ്കിൽ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ടാകണം. അങ്ങനെ വന്ന ആളുകളിലൂടെ $250 ബിസിനസ് വോളിയം ഞാൻ ചെയ്തിട്ടുണ്ടാകണം. അങ്ങനെ ചെയ്യുന്നവർക്ക് മാത്രമേ 3, 4, 5 ലെവലിൽ ഇൻകം ഈ സിസ്റ്റം കൊടുക്കൂ. കാരണം 23% ടോട്ടൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട് 10 ലെവലിലേക്ക്. അത് കൊടുക്കുന്നത് വെറുതെ അങ്ങോട്ട് കൊടുക്കുകയല്ല, കൃത്യമായിട്ട് ചെയ്യുന്നവർക്ക് കൊടുക്കുന്നു. അപ്പൊ സിസ്റ്റത്തിന്റെ ഗുണം എന്താ?
സിസ്റ്റത്തിൽ ഇത് കൃത്യമായിട്ട് ചെയ്യുന്ന ആളുകളുടെ എണ്ണം കൂടും. ഇത് മനസ്സിലാക്കി ഏറ്റെടുക്കുന്ന ആളുകളുടെ എണ്ണം കൂടും. ഒപ്പം വെറുതെ ഇരുന്ന് ശരിക്കും എഫേർട്ട് ഇടുന്ന ആൾക്കാരുടെ അക്കൗണ്ടിൽ പൈസ വരേണ്ട സാഹചര്യം സൃഷ്ടിക്കുകയും എന്നാൽ വെറുതെ ഇരുന്ന് പൈസ വാങ്ങുന്ന ആൾക്കാരുടെ എണ്ണം കുറയ്ക്കുകയും ചെയ്യാൻ സാധിക്കും. അപ്പൊ 3, 4, 5 ലെവലിൽ ഇൻകം കിട്ടാനുള്ള കണ്ടീഷൻ അതാണ്. 6, 7, 8 ഈ ലെവലിൽ ഇൻകം കിട്ടാൻ വേണ്ടി സിസ്റ്റം 1% വേണ്ടെന്ന് പറയുന്നത്, അതിനുവേണ്ടി സിസ്റ്റം പറയുന്നത് നമ്മുടെ ID, പേഴ്സണൽ ID അത് ടോപ്പ് അപ്പ് ചെയ്ത് 100 USDT എത്തിയിട്ടുണ്ടാകണം. 5 ഡയറക്റ്റ് റെഫറലാണ് അവിടെ സിസ്റ്റം ആവശ്യപ്പെടുന്നുള്ളൂ. 500 ഡയറക്റ്റ് USDTയുടെ ഡയറക്റ്റ് ബിസിനസ് വോളിയം നമ്മൾ ചെയ്തിട്ടുണ്ടാകണം. ഇങ്ങനെ 10 ലെവലിലേക്ക് കണ്ടീഷൻ സിസ്റ്റം വയ്ക്കുന്നു. 1, 2 ലെവലിൽ ക്രൈറ്റീരിയ ഇല്ല. 3, 4, 5ലേക്ക് ഒരു ക്രൈറ്റീരിയ വെച്ചിട്ടുണ്ട്. 6, 7, 8, 9, 10ലേക്ക് ക്രൈറ്റീരിയ വെച്ചിട്ടുണ്ട്. പക്ഷെ ഈ ലെവലിലെ ഇൻകം എല്ലാം ഇപ്പൊ 10ാമത്തെ ലെവലിൽ 0.5% എന്ന് പറഞ്ഞാൽ അത് നമുക്ക് കൂട്ടിയെടുക്കാം 16%. 16.5%. ചെറിയ സംഖ്യയൊന്നുമല്ല. സ്വാഭാവികമായിട്ടും ഇതിന്റെ ഇൻകം ഓപ്പർച്യൂണിറ്റി വളരെ വലുതാണ്. ആ ഇൻകം ഓപ്പർച്യൂണിറ്റിയിലേക്ക് നമ്മൾ വീണ്ടും കടന്നു പോകുമ്പോൾ 100 USDTയും 5 ഡയറക്റ്റ് റെഫറലും $500 ബിസിനസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിന്റെ കൂടെ ഒരു $4,500 കൂടെ ബിസിനസ് സംഭവിക്കുമ്പോൾ നമ്മുടെ ടോട്ടൽ ടേൺ ഓവർ 5000 USDT ആയി. അത് നമ്മൾ തന്നെ നേരിട്ട് ചെയ്യണമെന്നില്ല കേട്ടോ. നമ്മുടെ ടീമിൽ വന്ന ഒരു എക്സ് അദ്ദേഹം ചെയ്തു, അല്ലെങ്കിൽ എക്സ് പരിചയപ്പെടുത്തിയ എ ചെയ്തു, അല്ലെങ്കിൽ എ പരിചയപ്പെടുത്തിയ ബി ചെയ്തു, അല്ലെങ്കിൽ ബി പരിചയപ്പെടുത്തിയ സി ചെയ്തു. ആരെങ്കിലും ചെയ്യട്ടെ, ടോട്ടൽ ബിസിനസ് വോളിയം $5000 വന്നാൽ മതി. നമ്മൾ സിൽവർ എന്ന റാങ്കിൽ എത്തും. സിൽവർ റാങ്കിൽ എത്തിയാൽ സിസ്റ്റം ഒരു 4% ഫണ്ട് തരുന്നുണ്ട്. അതിനുവേണ്ടി സിസ്റ്റം വച്ചിരിക്കുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ 43%-ൽ 23% 10 ലെവലിലേക്ക് ആണെങ്കിൽ 16%-മാണ് റാങ്കിലേക്ക് വച്ചിരിക്കുന്നത് ഇൻഫിനിറ്റ് ലെവൽ ഇൻകം കിട്ടാൻ വേണ്ടി. അപ്പൊ 11ാമത്തെ ലെവൽ മുതൽ അൺലിമിറ്റഡ് ലെവലിൽ 4% കിട്ടും. ഫസ്റ്റ് ലെവലിൽ 10 എന്നുള്ളത് 14%-ആയിട്ട് മാറും. സെക്കൻഡ് ലെവലിൽ 3 എന്നുള്ളത് 7%-ആയിട്ട് മാറും. 3, 4, 5 ലെവലിൽ 2 എന്നുള്ളത് 6%-ആയിട്ട് മാറും. 6, 7, 8 ലെവലിൽ 1% എന്നുള്ളത് 5%-ആയിട്ട് മാറും. 9, 10 ലെവലിൽ 0.5% എന്നുള്ളത് 4.5%-ആയിട്ട് മാറും. ചിന്തിക്കണം, ഈ സിസ്റ്റത്തിന്റെ ബ്യൂട്ടി സംതിങ് ഡിഫറെന്റ് ആണ്. കാരണം ലെവലുകൾ കൂടുന്തോറും ഇൻകം കിട്ടാനുള്ള പോസിബിലിറ്റി അനന്തമായിട്ട് കൂടുന്ന ഒരു സാഹചര്യം നമുക്ക് കാണാൻ സാധിക്കും. കഴിഞ്ഞ ദിവസം ഒരു വർക്കൗട്ട് നടത്തിയപ്പോൾ ഒരാൾ $100 സ്റ്റാർട്ട് ചെയ്തു. $100 5 പേരെ റെഫർ ചെയ്തു. അപ്പോ $500 ബിസിനസ് ആയി. അദ്ദേഹത്തിന്റെ ക്രൈറ്റീരിയ 10 ലെവൽ ഇൻകം കിട്ടാനുള്ള ക്രൈറ്റീരിയ കംപ്ലീറ്റ് ചെയ്തു. എന്നിട്ട് അദ്ദേഹം ആ 5 പേരെ കൊണ്ട് സെയിം സിസ്റ്റം ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യിച്ചു. അവരോട് 5 പേരോടും പറഞ്ഞു, ABCDE 5 പേരാണെന്ന് വിചാരിക്കുക. എന്നോട് പറഞ്ഞു, നിങ്ങൾക്ക് ഇൻകം കിട്ടാനുള്ള 10 ലെവൽ ഇൻകം കിട്ടാനുള്ള മിനിമം ക്രൈറ്റീരിയ കംപ്ലീറ്റ് ചെയ്യണം. അദ്ദേഹം അത് തന്നെ ചെയ്തു. കാരണം അദ്ദേഹം ഓൾറെഡി $100 ചെയ്ത ഒരാളാണ്. $100 5 പേരെ റെഫർ ചെയ്തു. ഇങ്ങനെ എയും ബിയും സിയും ഡിയും ഇയും ചെയ്തപ്പോ സെക്കൻഡ് ലെവലിൽ അദ്ദേഹത്തിന് 25 $100 ബിസിനസ്സുകൾ സംഭവിച്ചു. അതിലൂടെ 3% ഇൻകം അദ്ദേഹത്തിന് കിട്ടി. ഫസ്റ്റ് ലെവലിൽ 5 ബിസിനസ് നടന്നപ്പോ $50 കിട്ടിയിരുന്നു. സെക്കൻഡ് ലെവലിൽ 25 ബിസിനസ്സിലൂടെ 3% കിട്ടിയപ്പോ അത് $250 കിട്ടുന്ന ഒരു അവസ്ഥയിലേക്ക് എത്താൻ പറ്റും. സ്വാഭാവികമായിട്ടും 250, 50, $300 മൂന്നാമത്തെ ലെവലിൽ ഇതേ സിസ്റ്റം ഡ്യൂപ്ലിക്കേറ്റ് ചെയ്താൽ അദ്ദേഹം സിൽവർ റാങ്ക് ക്വാളിഫൈ ചെയ്യും. $5000 ബിസിനസ്സിലേക്ക് അവിടെ എത്തും എന്നുള്ളതാണ്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, വളരെ സിമ്പിൾ ആയി ചെയ്യാൻ പറ്റുന്ന, ഒരുപാട് വലിയ ഇൻവെസ്റ്റ്മെന്റ് ഒന്നും ചെയ്യേണ്ടാത്ത, എന്നാൽ സിസ്റ്റമാറ്റിക്കായി പ്രവർത്തിച്ചാൽ വളരെ ഈസി ആയിട്ട് എത്താൻ പറ്റുന്ന ഒരു ക്രൈറ്റീരിയ. അതാണ് സിസ്റ്റം ഓരോ റാങ്കിനും വേണ്ടി വെച്ചിട്ടുള്ളൂ. ഗോൾഡ് റാങ്കിലേക്ക് എത്തുമ്പോൾ $25,000 ടേൺ ഓവർ, 2 സിൽവർ ഇൻ ഡിഫറെന്റ് ലെഗ്. 5 പേരെ നമ്മൾ സ്പോൺസർ ചെയ്തിട്ടുണ്ട്. 5 പേരിൽ ഏതെങ്കിലും ഒരു ലെഗിൽ ഓരോ സിൽവർ ക്രിയേറ്റ് ചെയ്യുക. ഒരു സിൽവർ ഒരു ലെഗിൽ, വേറൊരു സിൽവർ വേറൊരു ലെഗിൽ. ടോട്ടൽ ബിസിനസ് വോളിയം $25,000 എത്തുക. ഞാൻ നേരത്തെ പറഞ്ഞ കാൽക്കുലേഷനിൽ 4ാമത്തെ ലെവലിലേക്ക് എത്തുമ്പോൾ അദ്ദേഹം ഗോൾഡ് റാങ്ക് എത്തി. 3ാമത്തെ ലെവലിൽ സിൽവർ ആയി, 4ാമത്തെ ലെവലിൽ ഗോൾഡ് ആയി. 8% അദ്ദേഹത്തിന്റെ ഇൻകം മാറും. അതായത് പിന്നീട് ഫസ്റ്റ് ലെവലിലുള്ള സ്പോൺസർ ചെയ്താൽ അദ്ദേഹത്തിന് കിട്ടുന്നത് 18% അർത്ഥം. 4 ലെവലിൽ 5ാമത്തെ ലെവലിൽ എൻട്രി വരുമ്പോഴെല്ലാം 8% അഡീഷണൽ ഇൻകം കിട്ടുന്ന അവസ്ഥയിലേക്ക് അദ്ദേഹം മാറുകയാണ്. ലെവൽ ഇൻകവും കിട്ടും, 8% ബോണസും കിട്ടും. സോ 5ാമത്തെ ലെവലിൽ ബിസിനസ് നടക്കുമ്പോൾ അദ്ദേഹം എമറാൾഡ് റാങ്കിലേക്ക് മാറുന്ന അവസ്ഥയാണ് ഞാൻ നേരത്തെ പറഞ്ഞ 100 USDTയുടെ പ്രൊജക്ഷൻ വർക്ക്ഔട്ട് ചെയ്താൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. $1 ലക്ഷം ബിസിനസ് ആണ് ആകെ വരേണ്ട ആവശ്യമുള്ളൂ. 2 ഗോൾഡ് ഏതെങ്കിലും 2 ലെഗിൽ 12% നമ്മുടെ ഇൻകം കൂട്ടിയെടുക്കാൻ സാധിക്കും. സോ ഫസ്റ്റ് ലെവലിൽ 22%-ലേക്ക് മാറും.
10ാമത്തെ ലെവലിൽ 12% മാറും. 11ാമത്തെ ലെവലിൽ അൺലിമിറ്റഡ് ലെവലിലേക്ക് 12% ലഭിക്കുകയും ചെയ്യും. ഡയമണ്ട് റാങ്കിൽ എത്തുമ്പോൾ $5 ലക്ഷം ബിസിനസ് നമ്മൾ ചെയ്തിട്ടുണ്ടാകും. 2 എമറാൾഡുകൾ നമ്മുടെ ടീമിൽ ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടാകും. 6ാമത്തെ ലെവലിൽ ഡയമണ്ട് ആണ്. 7ാമത്തെ ലെവലിൽ എത്തുമ്പോൾ നമ്മുടെ ടീമിൽ ധാരാളം ഡയമണ്ടുകൾ വരും. 8ാമത്തെ ലെവലിൽ എത്തുമ്പോൾ വീണ്ടും ഡയമണ്ടുകളുടെ എണ്ണം കൂടും. 9ാമത്തെ ലെവലിൽ എത്തുമ്പോൾ വീണ്ടും ഡയമണ്ട് കൂടും. 10ാമത്തെ ലെവലിൽ എത്തുമ്പോൾ വീണ്ടും ഡയമണ്ടുകളുടെ എണ്ണം കൂടിക്കൊണ്ടേയിരിക്കും. സുഹൃത്തുക്കളെ, ഈ ആശയത്തിൽ നമ്മൾ കണ്ടിരിക്കുന്ന ഒരു കാൽക്കുലേഷൻ, അതിന്റെ പ്ലാനിങ്, അതിന്റെ ഡിസ്ട്രിബ്യൂഷൻ വളരെ മനോഹരമാണ്. അതൊരു യൂണിലെവൽ പ്ലാനിലാണ് സിസ്റ്റം ചെയ്തിരിക്കുന്നത്. നമുക്ക് എത്ര പേരുള്ള സ്പോൺസർ ചെയ്യുക, നമ്മുടെ കൂടെ വരുന്ന ഓരോരുത്തർക്കും എത്ര പേരുള്ള സ്പോൺസർ ചെയ്യാം, നമ്മുടെ കപ്പാസിറ്റിയാണ് സിസ്റ്റം ആവശ്യപ്പെടുന്നത്. പക്ഷേ നമുക്കൊരു പ്രൈമറി ഗോൾ ഉണ്ടാകണം. പ്രൈമറി ഗോൾ ഇതാണ്: നമ്മുടെ പേഴ്സണൽ ID $100 ആയിരിക്കണം. 5 ഡയറക്ട് റെഫറൽ ചെയ്തിട്ടുണ്ടാകണം. അതിലൂടെ $500 ഡയറക്ട് ബിസിനസ് വോളിയം ചെയ്തിട്ടുണ്ടാകണം. സോ ഈ സിസ്റ്റത്തിൽ പൈസ ഉണ്ടാക്കാൻ തയ്യാറായി വരുന്ന ഒരാളുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ പ്രൈമറി ഗോൾ എന്ന് പറയുന്നത് $100 പാക്കേജ് എടുക്കലായിരിക്കണം. 5 ഡയറക്ട് റെഫറൽ ചെയ്യുന്ന അവസ്ഥയിൽ ഉണ്ടാവണം. $500 ഡയറക്ട് ബിസിനസ് വോളിയം ചെയ്യുന്ന ഒരു അവസ്ഥ ഉണ്ടാകണം. എന്നിട്ട് അതിന് ഏതെങ്കിലും 2 ലെഗിൽ ഫോക്കസ് ചെയ്യുക. ബിൽഡ് എനി 2 ലൈൻസ്. ഫോക്കസ് ഓൺ സ്പോൺസറിങ് ഇൻ ഡെപ്ത്. ആ 2 ലൈനിന്റെ താഴത്തേക്ക് വേണം നിങ്ങൾ പിന്നെ ബിസിനസ് ബിൽഡ് ചെയ്യാൻ. എന്തിനാണ് ഞാൻ അങ്ങനെ പറയുന്നത് ചോദിച്ചാൽ, ഈ ബിസിനസ് ഒരു ദിവസം നമുക്ക് $10,000 ഏണിങ്സ് ഉണ്ടാക്കി തരും. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, 6ാമത്തെ ലെവലിൽ ഡയമണ്ട് ആകുന്ന ഒരു സ്ട്രാറ്റജി. 7ാമത്തെ ലെവലിൽ ഡയമണ്ടുകളുടെ എണ്ണം നമ്മുടെ ടീമിൽ കൂടും. 8ാമത്തെ ലെവലിൽ ഡയമണ്ടുകളുടെ എണ്ണം നമ്മുടെ ടീമിൽ കൂടും. 9ാമത്തെ ലെവലിൽ ഡയമണ്ടുകളുടെ എണ്ണം നമ്മുടെ ടീമിൽ കൂടും. എങ്കിൽ ഒരു ദിവസം ഒരു ഡയമണ്ട് ID ഉള്ള ഒരു ഓണർക്ക് $10,000 വരുമാനം കിട്ടുന്ന സാഹചര്യം ഉണ്ടാകും. സോ $10,000 വരുമാനം കിട്ടുന്ന സാഹചര്യം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് ചെറിയ കാര്യമല്ല. കേവലം $100 തുടങ്ങി നമ്മൾ എഫേർട്ട് ഇട്ടിട്ട് ആ ലെവലിലേക്ക് എത്താൻ പറ്റുമെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഈ സിസ്റ്റത്തിൽ നമ്മൾ സീരിയസ് ആയിട്ട് കാണേണ്ടതാണ്, സീരിയസ് ആയി പ്ലാൻ ചെയ്തതാണ്, സീരിയസ് ആയിട്ട് ഇംപ്ലിമെന്റ് ചെയ്യേണ്ടതാണ്. അതിനുവേണ്ടി നമ്മുടെ സ്ട്രാറ്റജി ആയിരിക്കണം. നമ്മുടെ പ്രൈമറി ഗോൾ $100 സ്റ്റാർട്ട് ചെയ്യുന്നു, 5 ഡയറക്ട് റെഫറൽ സ്പോൺസർ ചെയ്യുന്നു, $500 ഡയറക്ട് റെഫറൽ ബിസിനസ് എടുക്കുന്നു, എന്നിട്ട് 2 ലൈനിൽ ഫോക്കസ് ചെയ്യുന്നു. ഇനി എത്ര ബിസിനസ് കിട്ടിയാലും അവരുടെ താഴത്തേക്ക് നമ്മൾ റെഫർ ചെയ്ത് പോകുന്ന രൂപത്തിലേക്ക് ഒന്ന് പ്ലാൻ ചെയ്ത് നോക്കി. ഈ ബിസിനസ്സിൽ നമുക്ക് ഗ്രോത്ത് വളരെ പെട്ടെന്ന് വരുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ABCDE 5 വരെ ഞാൻ സ്പോൺസർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ ബിനെ ഫോക്കസ് ചെയ്തു. എനിക്ക് കിട്ടിയ ഒരു F എന്നൊരു റെഫറൻസിനെ ബിക്ക് ഞാൻ സ്പോൺസർ ചെയ്ത് കൊടുത്തു. എഫിന് എനിക്ക് കിട്ടിയ Gനെ സ്പോൺസർ ചെയ്ത് കൊടുത്തു. സംഭവിക്കുന്നത് എനിക്ക് ഇൻകം ഉണ്ട്, കാരണം ഞാൻ ഓൾറെഡി 5 ലെവൽ കംപ്ലീറ്റ് ചെയ്ത ആളാണ്. പക്ഷേ ബിയെ സംബന്ധിച്ചോളം എഫും ജിയും വന്നപ്പോ ഇൻകം ഉണ്ട്. ഇനി ജിക്ക് ഒരു സ്പോൺസർഷിപ്പ് നടന്നാൽ എഫിന് ബിക്ക് ഇൻകം കിട്ടില്ല. കാരണം എന്താ? 3ാമത്തെ ലെവലിലേക്ക് മാറും. അപ്പൊ സ്വാഭാവികമായിട്ടും ബി അദ്ദേഹത്തിന്റെ വിഡ്ത്ത് ഡെവലപ്പ് ചെയ്യേണ്ടി വരും. സോ നമ്മൾ ഫോക്കസ് ഡെപ്തിലാണ്. 2 ലൈനിന്റെ ഡെപ്തിൽ നിങ്ങൾ ഫോക്കസ് ചെയ്തിട്ടുണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് നിങ്ങളുടെ നെറ്റ്വർക്ക് എക്സ്പാൻഡ് ചെയ്യാൻ സാധിക്കും. യൂണിലെവൽ പ്ലാനിൽ എക്സ്പാൻഡ് ചെയ്യാനുള്ള മാർഗം 2 ലൈനിൽ ഫോക്കസ് ചെയ്യലാണ്. നിങ്ങൾക്ക് ഒരുപക്ഷെ 1000 ആൾക്കാരെ സ്പോൺസർ ചെയ്യാൻ കപ്പാസിറ്റി ഉണ്ടാകും. 1000 ആൾക്കാരെ സ്പോൺസർ ചെയ്ത് വിഡ്ത്ത് ഡെവലപ്പ് ചെയ്ത് പോകുന്നതിനേക്കാൾ ഉപരി 5 പേരെ സ്പോൺസർ ചെയ്ത് അതിന്റെ ഡെപ്തിലേക്ക് നിങ്ങൾ ഫോക്കസ് ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് ഡെയിലി $10,000 ഇൻകം കിട്ടുന്ന ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി ആയിരിക്കും. കൃത്യമായ ഒരു പ്ലാനിംഗ് ഉണ്ടെങ്കിൽ ചതുർവർഷം സിസ്റ്റം നിങ്ങളുടെ ലൈഫിൽ ഒരു മിറാക്കിൾ ആയിരിക്കും. കാരണം ഒരു 1400ഓളം ആളുകളുടെ കയ്യിൽ മാത്രം എത്തി നിൽക്കുന്ന ഒരു സിസ്റ്റമാണിത്. ഇനി ലക്ഷക്കണക്കിന് ആൾക്കാരുടെ സിസ്റ്റത്തിലേക്ക് വരാനുണ്ട്, കോടിക്കണക്കിന് ആൾക്കാരുടെ സിസ്റ്റത്തിലേക്ക് വരാനുണ്ട്. ഇവരിലേക്ക് എത്താനുള്ള തുറപ്പ് ചീട്ടുകൾ മാത്രമാണ് സിസ്റ്റത്തിൽ ഇപ്പൊ ആയിട്ടുള്ളൂ. നമ്മളെല്ലാവരും ആ തുറപ്പ് ചീട്ടുകളാണ്. എന്റെ സ്വരം ആദ്യമായിട്ട് കേൾക്കുന്നവരുണ്ടെങ്കിൽ, ടെതറോഷൻ മെമ്പറായിട്ട് മാറാത്ത ആളുകളുണ്ടെങ്കിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്ത് ആ സിസ്റ്റത്തിന്റെ സ്ട്രാറ്റജി വർക്ക്ഔട്ട് ചെയ്യാൻ തയ്യാറായിക്കോ. വളരെ വേഗം വലിയൊരു അച്ചീവ്മെന്റിലേക്ക് നമുക്ക് മാറാൻ സാധിക്കും. നമ്മൾ ഏത് സിസ്റ്റം ഏറ്റെടുത്താലും നമ്മുടെ ലക്ഷ്യം അച്ചീവ്മെന്റ് ആണ്, പൈസ ഉണ്ടാക്കലാണ്, നേട്ടങ്ങൾ ഉണ്ടാക്കലാണ്. പക്ഷെ നേട്ടങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മുടെ കൂടെ ഉള്ളവർ സേഫ് ആണോ എന്ന് നമ്മൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. കാരണം പല സിസ്റ്റവും ഏറ്റെടുത്ത് മുന്നോട്ട് പോകുമ്പോൾ, നേട്ടങ്ങൾ നമ്മൾ കൊയ്തു പോകുമ്പോൾ പെട്ടെന്ന് സിസ്റ്റം ഇല്ലാണ്ടായി പോകുന്നു. സ്വാഭാവികമായിട്ടും കൂടെ നിൽക്കുന്ന ആൾക്കാർക്കെല്ലാം വലിയ നഷ്ടം സംഭവിക്കുന്ന സാഹചര്യം ഇത് മാർക്കറ്റിൽ ഫേസ് ചെയ്തുകൊണ്ടാണ് ഇന്ന് പലപ്പോഴും പല പ്രൊജക്റ്റിനെയും പുറകെ ആളുകൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു പ്രൊജക്ട് കാണുമ്പോൾ 3 മാസം ഓടുമോ, 6 മാസം ഓടുമോ, 1 വർഷം ഓടുമോ എന്ന് ചോദിക്കേണ്ട കാലഘട്ടത്തിലേക്ക് ഇന്ന് സിസ്റ്റങ്ങൾ പലപ്പോഴും നമ്മൾ എത്തിച്ചിട്ടുണ്ട്. പക്ഷെ ഈ അവസ്ഥയിൽ
ലോങ് ലൈഫായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റി ആ ടെതർ ഓഷനിൽ കാണാൻ സാധിക്കും. അത് മുന്നോട്ട് വയ്ക്കുന്ന 4 അഡ്വാൻറ്റേജുകളുണ്ട്. ഒന്ന്, ഈ സിസ്റ്റത്തിൽ വന്നാൽ ആര് വന്നാലും സിസ്റ്റത്തിൽ ബൈയും സെല്ലും നടക്കുന്നതിനനുസരിച്ച് നമ്മുടെ കയ്യിലുള്ള യൂണിറ്റിന്റെ വില കൂടിക്കൊണ്ടിരിക്കും. അപ്പൊ ഒരാൾ കടന്നു വന്നു, 100 USDTക്കാണ് സ്റ്റാർട്ട് ചെയ്തത്, അദ്ദേഹത്തിന് കുറച്ച് യൂണിറ്റ്സ് കിട്ടി. ആ യൂണിറ്റ്സിന്റെ വില കൂടി വരുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അദ്ദേഹം ഹാപ്പി ആയിരിക്കും, സന്തോഷവാനായിരിക്കും. അദ്ദേഹത്തിന് ലാഭം എടുക്കാൻ പറ്റുന്ന സാഹചര്യം അവിടെ ഉണ്ട്. ഓരോ ദിവസവും ആ ലാഭം ഇങ്ങനെ കയറി വരുന്നത് അദ്ദേഹത്തിന് കാണാൻ സാധിക്കും. ഇത് റാക്ക് പോളൊന്നും അല്ല കേട്ടോ, കുറച്ച് ഫണ്ട് അടിച്ചു മാറ്റി മുന്നോട്ട് പോകാനുള്ള സിസ്റ്റം ഒന്നും അല്ല. കൃത്യമായ ഒരു മാത്തമാറ്റിക്സ് അതിനുവേണ്ടി സിസ്റ്റം തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ആ മാത്തമാറ്റിക്സ് ആണ് മനസ്സിലാക്കേണ്ട ആവശ്യമുള്ളൂ. എന്നാൽ സിസ്റ്റം തുടങ്ങുന്നത് ഒരു കോയിനും ഇല്ലാതെയായിരുന്നു, 0 കോയിനിൽ. സാധാരണ ഏത് സിസ്റ്റം എടുത്തു നോക്കിയാലും ഷെയർ മാർക്കറ്റിലേക്ക് ഒരു കമ്പനി വരുന്നത് എങ്ങനെയാ? ലക്ഷക്കണക്കിന് യൂണിറ്റ്സ് ആദ്യമേ ഇൻട്രൊഡ്യൂസ് ചെയ്യും. ഒരു ക്രിപ്റ്റോ കറൻസി മാർക്കറ്റിലേക്ക് എങ്ങനെ വരിക? മില്യൺ കണക്കിന് ട്രില്യൺ കണക്കിന് കോയിൻസ് ആദ്യമേ ഇൻട്രൊഡ്യൂസ് ചെയ്യും. ഒരു കമ്മ്യൂണിറ്റിയിലേക്ക് സിസ്റ്റം വരുമ്പോഴും എന്ത് വന്നാലും ഇനീഷ്യലി ഒരു നമ്പർ ഓഫ് യൂണിറ്റ്സ് മാർക്കറ്റിലേക്ക് കൊണ്ടുവരുന്ന സിസ്റ്റം ഇതുവരെ നമ്മൾ കണ്ടിട്ടുള്ളൂ. അത് ആളുകൾ വാങ്ങി വെക്കുന്നു, പിന്നീട് എക്സ്ചേഞ്ചിലൂടെ അത് മാർക്കറ്റ് ചെയ്യപ്പെടുന്നു. ആ വന്ന യൂണിറ്റുകളുടെ എണ്ണത്തിന് യാതൊരു മാറ്റവും സംഭവിക്കുന്നില്ല. എന്നാൽ ഇവിടെ തുടങ്ങിയത് 0-യിലാണ്. ആവശ്യക്കാർ വരുന്നതനുസരിച്ച് ക്രിയേറ്റ് ചെയ്ത് കൊടുത്തുകൊണ്ടേയിരിക്കും. പക്ഷെ ആരെങ്കിലും സെല്ല് ചെയ്താൽ കോയിൻസ് ആർ ബേൺ വെൻ സോൾഡ്. വിൽക്കുന്ന കോയിൻ അത്രയും ബേൺ ചെയ്ത് കളയും, നശിപ്പിച്ചു കളയും. അപ്പോ ഇപ്പൊ ഏകദേശം 2,32,000 കോയിൻ ഉണ്ട്. 2,57,000 കോയിനായി, 3 ലക്ഷം കോയിനായി, 5 ലക്ഷം കോയിനായി. അപ്പോഴത്തേക്കും കുറെ ആളുകൾക്ക് ലാഭം വരാൻ തുടങ്ങി, അവർ വിൽക്കാൻ തുടങ്ങി. ഒരാൾ 10,000 കോയിൻ വിറ്റു. 3 ലക്ഷം കോയിനുള്ള സമയത്ത് 10,000 കോയിൻ വിറ്റാൽ പിന്നെ 2,90,000 കോയിനായിട്ട് കുറയുകയാണ്. അപ്പൊ ഒരു 50,000 കോയിൻ വിറ്റു, വീണ്ടും 2,40,000 കോയിനായിട്ട് കുറയുകയാണ്. അപ്പോ ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന അസറ്റുകളുടെ എണ്ണം ലിമിറ്റ് ചെയ്യുന്ന, കൺട്രോൾ ചെയ്യുന്ന, ടോട്ടൽ സപ്ലൈയെ കൺട്രോൾ ചെയ്ത് നിലനിർത്തുന്ന ഒരു സയൻസ് ഈ സിസ്റ്റം ഡിസൈൻ ചെയ്തിട്ടുണ്ട്. അതൊരു സയന്റിഫിക് ഡിസ്കവറിയാണ്. അത് ബൈ ആൻഡ് സെൽ പ്രോസസ്സിലാണ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ബൈ പ്രോസസ് എന്ന് പറയുന്നത് നമ്മൾ എത്ര എമൗണ്ട് കൊടുക്കുന്നുണ്ടോ അതിന്റെ 52% ലിക്വിഡിറ്റിയിലേക്ക്, ഇതിന്റെ ബാക്കപ്പ് വാലിലേക്ക് വെക്കുന്ന ഒരു പ്രോസസ്സാണ്. പകരം 35% വരെയുള്ള അസറ്റ് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കും. സെൽ പ്രോസസ് എന്ന് പറയുന്നത് എത്ര കോയിൻസ് സെല് ചെയ്യുന്നുണ്ടോ അത് 100% ബേൺ ചെയ്ത് കളയും. പകരം ലിക്വിഡിറ്റിയിൽ നിന്ന് അവർക്ക് പണം കൊടുക്കും, 90% കൊടുക്കൂ, 10% ലിക്വിഡിറ്റി ഹോൾഡ് ആകും. അപ്പൊ ലിക്വിഡിറ്റിയിൽ എപ്പോഴും പണം മെയിൻറ്റെയിൻ ചെയ്യപ്പെടുന്നുണ്ട്. എപ്പോഴും നമ്പർ ഓഫ് അസറ്റ്സിന്റെ എണ്ണം, യൂണിറ്റ്സിന്റെ എണ്ണം അതും മെയിൻറ്റെയിൻ ചെയ്യപ്പെടുന്നുണ്ട്. ഈ മെയിൻ്റെനൻസ് ഒരു സയന്റിഫിക് ഡിസ്കവറിയാണ്. ഇത് ബ്ലോക്ക് ചെയിനിൽ ഓൾറെഡി ചെയ്ത് കഴിഞ്ഞു, എൻക്രിപ്റ്റഡ് മോഡൽ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇതിനൊരു മാറ്റം വരുത്താൻ ഈ ലോകത്ത് ആർക്കും സാധിക്കില്ല. ഇത് ലോകത്ത് ഏത് ഡീസെൻട്രലൈസ് സിസ്റ്റം വർക്ക്ഔട്ട് ചെയ്യുന്നുണ്ടോ അതുപോലെ തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. ഈ സിസ്റ്റത്തിന്റെ ഓഡിറ്റ് റിപ്പോർട്ട് വരെയും പഠിക്കാനുള്ള അവസരം നമ്മുടെ മുമ്പിലുണ്ട്. എങ്കിൽ അത് പഠിക്കുകയും മനസ്സിലാക്കുകയും ഏറ്റെടുക്കുകയും ഈ സയന്റിഫിക് ഡിസ്കവറിയുടെ പോസിബിലിറ്റി വർക്ക്ഔട്ട് ചെയ്യാൻ എത്ര ദിവസം നമുക്ക് എടുക്കാൻ പറ്റുമോ അത്രയും ദിവസം മാത്രമേ ഇത് സ്റ്റാർട്ട് ചെയ്ത് പ്രൊമോട്ട് ചെയ്ത് ഏർണിങ്സ് ഉണ്ടാക്കാൻ നമ്മുടെ മുമ്പിൽ ഗ്യാപ്പായിട്ട് വരാൻ പാടുള്ളൂ. ഞാൻ എടുത്തത് അങ്ങനെയാണ്. 2024 ഏപ്രിൽ 2 എന്റെ പ്രിയ സുഹൃത്തിന് ഒരു വാട്സപ്പ് മെസ്സേജ് അയക്കുന്നു. ആ വാട്സപ്പ് മെസ്സേജ് കണ്ടതിനു ശേഷം അദ്ദേഹം എന്നെ തിരിച്ചു വിളിക്കുന്നു. വിളിച്ച കൂട്ടത്തിൽ അദ്ദേഹം പറയുന്നു, ഒരു പുതിയ പ്രൊജക്ട് വന്നിട്ടുണ്ട്, ഗുഡ എന്ന് പറയുന്ന ഒരു പുതിയ സെക്ടർ. ഞാൻ ചോദിച്ചു എന്താണത്? അദ്ദേഹം ഈ സയന്റിഫിക് ഡിസ്കവറിയെ കുറിച്ച് പറയുന്നു. ഈ ബൈ പ്രോസസ് നടക്കുന്ന ഈ 35%, 52% അനുപാതത്തെ കുറിച്ച് പറയുന്നു. സെൽ പ്രോസസ് നടക്കുന്ന ബേണിംഗ് ആൻഡ് 90% പേയ്മെന്റിനെ കുറിച്ച് സംസാരിക്കുന്നു. എന്റെ മനസ്സിൽ പെട്ടെന്ന് ലഡുകൾ പൊട്ടി. ഞാൻ വീണ്ടും അതിനെക്കുറിച്ച് ചോദിക്കാൻ തുടങ്ങി. ഏകദേശം ആ സംസാരം ഒരു 3/4 മണിക്കൂർ നീണ്ടപ്പോ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, ഇന്ന് നിങ്ങൾ എവിടെയുണ്ട്? അദ്ദേഹം പറഞ്ഞ സ്ഥലത്തേക്ക് മണിക്കൂറുകൾ കൊണ്ട് ഞാൻ ഓടിയെത്തി. അദ്ദേഹത്തെ കണ്ടു വീണ്ടും സംസാരിച്ചു, സിസ്റ്റത്തെ കുറിച്ച് പഠിച്ചു. അന്ന് വൈകിട്ട് 7:36 ഞാൻ ഈ സിസ്റ്റത്തിന്റെ പാർട്ടായിട്ട് മാറി 100 USDT കൊടുത്തു. അതിനുശേഷം ഈ സിസ്റ്റം വീണ്ടും ഞാൻ പഠിക്കാൻ വേണ്ടി മെനക്കെട്ടു. മെയ് മാസം മുതൽ അതിന്റെ പ്രൊമോഷൻ ഞാൻ സ്റ്റാർട്ട് ചെയ്തു. ഈ സിസ്റ്റത്തിൽ ഇന്ന് ഗോൾഡ് എന്ന റാങ്കിലേക്ക് എത്താൻ എനിക്ക് സാധിച്ചു. അതെന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ ഈ സിസ്റ്റം തുടങ്ങിയ അന്ന് മുതൽ ഇന്ന് വരെയുള്ള എല്ലാ മാത്തമാറ്റിക്സും ട്രാൻസ്പെറന്റ് ആണ്. അത് പഠിക്കാനുള്ള വേദി എന്റെ മുമ്പിൽ കിട്ടിയെന്ന ഒറ്റ കാരണം കൊണ്ടാണ്. ഇതുവരെ നമുക്ക് പരിചയമുള്ള ഏത് സിസ്റ്റം എടുത്ത് പരിശോധിച്ച് നോക്കിയോളൂ. അതിൽ വന്നിരിക്കുന്ന എമൗണ്ടുകൾ കൃത്യമാണോ, അതിൽ വന്നിരിക്കുന്ന പ്രൈസ് അപ്രീസിയേഷൻ കൃത്യമാണോ എന്നൊരാൾ ക്രോസ് ക്വസ്റ്റ്യൻ ചോദിച്ചാൽ കൃത്യമാണെന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ നമുക്ക് സാധിക്കാറില്ല. പക്ഷെ ഇവിടെ സാധിക്കും. ഏപ്രിൽ 2 ഞാൻ സ്റ്റാർട്ട് ചെയ്തു. പക്ഷെ എനിക്ക് ഈ സിസ്റ്റം തുടങ്ങിയ ഡേറ്റ്
മാർച്ച് 20, 16, 22, 30 മണിക്കൂറിൽ ഈ സിസ്റ്റത്തിന്റെ സ്റ്റാറ്റിസ്റ്റിക്സ് 0.01 USDT എന്ന ബൈ പ്രൈസ്, സെൽ പ്രൈസ് 0, ഫൈൽ കോയിൻ 0, ഫൈൽ ലിക്വിഡിറ്റി 0, കോൺട്രാക്ട് ബാലൻസ് 0. ഫസ്റ്റ് യൂസറിന് വരുന്ന മൊമെന്റിൽ 100 USDT കൊണ്ടാണ് സിസ്റ്റത്തിൽ ഒരാൾ കടന്നു വരുന്നത്. അന്നത്തെ ബൈ പ്രൈസ് അനുസരിച്ച് സിസ്റ്റം 100 USDT 52% ലിക്വിഡിറ്റി വെച്ചപ്പോ 35% വിലയുള്ള കോയിൻ ക്രിയേറ്റ് ചെയ്തപ്പോൾ 3500 കോയിൻ അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട്. ഇതെനിക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും എന്നുള്ളത് ഈ സിസ്റ്റത്തിന്റെ ട്രാൻസ്പെറൻസിയുടെ എക്സാമ്പിൾ ആണ്. ഇന്ന് നിങ്ങൾക്ക് അത് കണ്ടുപിടിക്കാൻ സാധിക്കും. ബ്ലോക്ക് ചെയിനിൽ അത് കൃത്യമായി രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ഇതിനെ എഡിറ്റ് ചെയ്ത് മാറ്റിക്കളയാൻ, ഇതിനെ ഡിലീറ്റ് ചെയ്ത് കളയാൻ ലോകത്തിന് ആർക്കും സാധിക്കില്ല. 5 വർഷം കഴിഞ്ഞ് സിസ്റ്റത്തിന്റെ പാർട്ടായിട്ട് വന്നാലും അയാൾക്കും അത് സാധിക്കും. എങ്കിൽ ഈ സിസ്റ്റത്തിന്റെ ഈ ട്രാൻസ്പെറൻസി തന്നെയാണ് ഈ സിസ്റ്റത്തിന്റെ ബ്യൂട്ടി എന്ന് പറയുന്നത്. ഇന്ന് ആ സിസ്റ്റത്തിലേക്ക് കടന്നു വരുമ്പോ, ഇന്ന് 15-ാം തീയതിയാണ്, നവംബർ 15-ാം തീയതി 6:10 ഞാൻ സ്റ്റാറ്റിസ്റ്റിക്സ് എടുത്തപ്പോ ഇതിന്റെ ബൈ പ്രൈസ് 0.221142 എന്ന പ്രൈസിലേക്ക് എത്തി നിൽക്കുന്നു. സെൽ പ്രൈസ് 0.221119 എന്ന പ്രൈസിലേക്ക് എത്തി നിൽക്കുന്നു. ഏകദേശം 57,405 USDT ഇവിടെ ലിക്വിഡിറ്റിയിൽ ബാലൻസ് ഉണ്ട് താനും. പക്ഷേ അത് കൃത്യമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പോ ആദ്യം വാങ്ങിയ ഒരാൾ, അദ്ദേഹത്തിന് 3500 കോയിൻ കിട്ടിയത് നമ്മൾ കണ്ടതാണ്. ആ 3500 കോയിൻ അദ്ദേഹം ഇന്നത്തെ വിലയ്ക്ക് 0.221119 എന്ന വിലയ്ക്ക് വിറ്റാൽ 773.91 USDT അദ്ദേഹത്തിന് വിൽക്കാൻ സാധിക്കും. അതിന്റെ 90% അദ്ദേഹത്തിന് എൻകാഷ് ചെയ്യാൻ സാധിക്കും. നോക്കൂ, ഈ സിസ്റ്റത്തിൽ കടന്നു വന്ന് വെറുതെ ഇരുന്നാൽ ഒരു 7-7.25 മടങ്ങ് നേട്ടത്തിലേക്ക് 7 മാസം കൊണ്ട് ഒരാൾ എത്തിക്കുന്ന ഒരു സിസ്റ്റം എന്ന് പറഞ്ഞാൽ, ഈ സിസ്റ്റത്തിൽ വെറും കേവലം 1400ഓളം ആൾക്കാർ വന്നപ്പോ ഈ ഗ്രോത്ത് റേറ്റിലേക്ക് സിസ്റ്റം എത്തിയിട്ടുണ്ടെങ്കിൽ 13,000 ആൾക്കാർ എത്തുമ്പോൾ എത്ര ഗ്രോത്ത് റേറ്റിലേക്ക് സിസ്റ്റം എത്തും? 1,30,000 ആൾക്കാർ എത്തുമ്പോ, 13 ലക്ഷം ആൾക്കാർ എത്തുമ്പോ, 1,30,00,000 ആൾക്കാർ എത്തുമ്പോ ഈ സിസ്റ്റത്തിൽ എത്ര വലിയൊരു കമ്മ്യൂണിറ്റി ഡെവലപ്പ് ചെയ്യാൻ പോകും? ആ കമ്മ്യൂണിറ്റിയുടെ ഗ്രോത്ത് ഈ സിസ്റ്റത്തിന്റെ പ്രൈസ് ഏത് ലെവലിലേക്ക് എത്തിക്കും? $1, $2, $5, $10, $100. ഇന്ന് കടന്നു വരുന്ന ഒരാൾ എത്രമാത്രം ലാഭം എടുക്കാനുള്ള പോസിബിലിറ്റിയിലാണ് വരുന്നത്. ആ ലാഭം എടുക്കാൻ വേണ്ടി അദ്ദേഹം വെറുതെ കാത്തിരുന്നാൽ മതിയോ? സീരിയസ് ആയി ഏറ്റെടുത്ത് പ്രൊമോട്ട് ചെയ്താൽ അദ്ദേഹത്തിന്റെ കയ്യിലേക്ക് ഒഴുകി വരാൻ പോകുന്ന ഫണ്ട് എത്രമാത്രം വലുതാണ്. ഒരു ദിവസം 10,000 കണക്കിന് ഡോളർ സമ്പാദിക്കാൻ പറ്റുന്ന ആളുകളായിട്ട് നമുക്ക് മാറാൻ പറ്റുന്ന ഒരു സാഹചര്യം ഈ സിസ്റ്റത്തിൽ ഉണ്ടെങ്കിൽ അത് എക്സ്പ്ലോയിറ്റ് ചെയ്യേണ്ടതല്ലേ? തീർച്ചയായും സുഹൃത്തുക്കളെ, ഈ എക്സ്പ്ലോറേഷൻ കടന്നു പോകുമ്പോൾ ഈ സിസ്റ്റം പറയുന്ന 2 കണ്ടീഷൻസ് ഇതിന്റെ ഡിമാൻഡ് ക്രിയേറ്റീവ് എന്ന കാര്യം നിങ്ങൾക്ക് മനസ്സിലാക്കി വെക്കണം. ഡിമാൻഡ് ക്രിയേഷന് വേണ്ടി ഈ സിസ്റ്റം ഒരു അഡീഷണൽ പ്രൊജക്ട് ചെയ്യേണ്ട ആവശ്യമില്ല. സിസ്റ്റത്തിൽ വച്ചിരിക്കുന്ന 2 കണ്ടീഷൻസ്, ഒന്ന് കോയിൻ സെല്ലിംഗ് ലിമിറ്റ് ആണ്. ഇപ്പൊ നമ്മൾ കണ്ടു, ആദ്യത്തെ ആൾ $773 വിൽക്കാൻ പറ്റുമെന്ന് പറഞ്ഞു. പക്ഷെ അദ്ദേഹത്തിന് മുമ്പിൽ സിസ്റ്റം ഒരു കണ്ടീഷൻ വെച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പാക്കേജ് $100 $200 അദ്ദേഹത്തിന് വിൽക്കാൻ സാധിക്കുള്ളൂ. ബാക്കി വരുന്ന $579 വിൽക്കണമെന്നുണ്ടെങ്കിൽ അദ്ദേഹം റീബൈ ചെയ്ത് അദ്ദേഹത്തിന്റെ ലിമിറ്റ് ഇൻക്രീസ് ചെയ്യണം. അപ്പോ വിൽക്കാൻ തീരുമാനിക്കുന്ന ദിവസം അദ്ദേഹം $200 വിറ്റു. അപ്പൊ തന്നെ 90% $180 അദ്ദേഹത്തിന് കിട്ടി. ഞാൻ കണക്കൂട്ട എളുപ്പത്തിന് ഒരു $100 റീബൈ ചെയ്യുന്നത് ഇമാജിൻ ചെയ്യുകയാണ്. ആ $100 റീബൈ ചെയ്തപ്പോ അദ്ദേഹം $200 വിറ്റപ്പോ ടോട്ടൽ കമ്മ്യൂണിറ്റിക്ക് വില കൂടി. വീണ്ടും $100 റീബൈ ചെയ്തപ്പോ ടോട്ടൽ കമ്മ്യൂണിറ്റിക്ക് വില കൂടി. അദ്ദേഹം വീണ്ടും ലിമിറ്റ് ഇൻക്രീസ് ചെയ്ത് വീണ്ടും $180 കൊടുത്തു. അപ്പോഴും വില കൂടി. ഇനിയും $379 അദ്ദേഹത്തിന് വിൽക്കാനുണ്ട്. അദ്ദേഹം വീണ്ടും റീബൈ ചെയ്തു. റീബൈ ചെയ്തപ്പോ അദ്ദേഹത്തിന് വീണ്ടും വില കൂടി. ടോട്ടൽ സിസ്റ്റത്തിന് വില കൂടി. അദ്ദേഹത്തിന്റെ ബാക്കിയുള്ള കോയിന് വില കൂടി. വീണ്ടും അദ്ദേഹം വിറ്റു. $180 അദ്ദേഹം വീണ്ടും എടുത്തു. വീണ്ടും വില കൂടി. അപ്പോഴും $179 കോയിൻ അദ്ദേഹത്തിന്റെ കയ്യിൽ ബാക്കിയാണ്. 3 പ്രാവശ്യം വാങ്ങിയപ്പോ $35 കോയിൻ അപ്പോഴും വീണ്ടും കിട്ടിയിട്ടുണ്ട്. 3 35 എന്ന് പറഞ്ഞാൽ $105 ആയി. 105 പ്ലസ് 179 $784 കോയിൻ അപ്പോഴും അദ്ദേഹത്തിന്റെ കയ്യിൽ ബാക്കിയാണ്. വീണ്ടും അദ്ദേഹം $100 റീബൈ ചെയ്യുന്നു. വീണ്ടും $200 അദ്ദേഹം സെല്ല് ചെയ്യുന്നു. അപ്പോഴും $84 കോയിൻ ബാക്കിയാണ്. ഈ $35 വീണ്ടും കിട്ടിയിട്ടുണ്ട്. അപ്പൊ 84 35 എത്രയായി? സോ കണക്കൂട്ടി നോക്കുമ്പോ അദ്ദേഹം പ്രോഫിറ്റ് എടുക്കുമ്പോൾ മാത്രം മിനിമം 6-7 പ്രാവശ്യം സിസ്റ്റത്തിൽ ടോട്ടൽ കമ്മ്യൂണിറ്റിക്ക് വില കൂടുന്ന അവസ്ഥയാണ്. അതുകൊണ്ട് ഈ സിസ്റ്റത്തിനുള്ള ഗുണം എന്താണെന്ന് ചോദിച്ചാൽ, ഒരു ചെറിയ കമ്മ്യൂണിറ്റി സിസ്റ്റത്തിൽ വന്നപ്പോഴത്തേക്കും ഈ സിസ്റ്റത്തിൽ ഒരാൾ പോലും ലാഭമില്ലാതെ പുറത്തു പോകുന്ന സാഹചര്യം വരില്ല എന്നുള്ളതാണ്. ഇന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരാൾ, അദ്ദേഹത്തിന് 35% ഫണ്ടേ കിട്ടുന്നുള്ളൂ. പക്ഷേ ആദ്യമുള്ള ആളുകൾ വിറ്റ് 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 വരുമ്പോഴത്തേക്കും ഇദ്ദേഹത്തിന്റെ കയ്യിലുള്ള കോയിന്റെ വില കൂടി 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 ഇരുന്നുണ്ടാകും. ഒരു മാജിക്കൽ തിയറി കോയിൻ സെല്ലിംഗ് ലിമിറ്റഡ് സിസ്റ്റം വെച്ചിട്ടുണ്ട്.
അതുപോലെ തന്നെയാണ് ഇൻകം ലിമിറ്റും. ഒരാൾ 100 USDT സ്റ്റാർട്ട് ചെയ്തു, അദ്ദേഹത്തിന് ഇൻകം വന്നു ചേരുമ്പോൾ ഫസ്റ്റ് ലെവൽ, സെക്കൻഡ് ലെവൽ, തേർഡ് ലെവൽ, റാങ്ക് ബോണസ് ഇതെല്ലാം വന്നു ചേരുമ്പോൾ അദ്ദേഹത്തിന് വിഡ്രോ ചെയ്യാൻ സാധിക്കുന്നത് അതിന്റെ 3x ആണ്, 3 മടങ്ങാണ്. അപ്പൊ $100 സ്റ്റാർട്ട് ചെയ്ത ഒരാൾ അദ്ദേഹത്തിന്റെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ഉപയോഗിച്ച് വർക്ക് ചെയ്യുമ്പോൾ ഓരോ എൻട്രി വയ്ക്കുമ്പോഴും ടോട്ടൽ കമ്മ്യൂണിറ്റിക്ക് വില കൂടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആ കമ്മീഷൻസ് ഇങ്ങനെ വന്നു ചേർന്ന് അദ്ദേഹം $0.5 വിഡ്രോ ചെയ്തു, $1 വിഡ്രോ ചെയ്തു, $3 വിഡ്രോ ചെയ്തു. പക്ഷെ മാക്സിമം $300 എത്തിക്കഴിയുമ്പോൾ അദ്ദേഹത്തിന് വീണ്ടും വിഡ്രോ ചെയ്യണമെന്നുണ്ടെങ്കിൽ റീബൈ ചെയ്ത് ലിമിറ്റ് കൂട്ടണം. ആ റീബൈ ടോട്ടൽ കമ്മ്യൂണിറ്റിക്ക് വീണ്ടും വില കൂട്ടും. വീണ്ടും അദ്ദേഹം വിഡ്രോ ചെയ്ത് പോകുന്നു, വീണ്ടും റീബൈ ചെയ്യുന്നു, അപ്പോഴും ടോട്ടൽ കമ്മ്യൂണിറ്റിക്ക് വില കൂടിക്കൊണ്ടിരിക്കുന്നു. വിഡ്രോ ചെയ്ത് പോകണമെങ്കിൽ അദ്ദേഹം ബിസിനസ് ചെയ്തുകൊണ്ടേയിരിക്കണം. സോ കമ്മ്യൂണിറ്റി ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അദ്ദേഹത്തിന് ഇൻകം വന്നുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം ഒരു $10,000 വിഡ്രോ ചെയ്ത് എൻക്യാഷ് ചെയ്യുമ്പോൾ ഏതാണ്ട് $6,662 അദ്ദേഹം ക്യാഷ് ചെയ്തെടുത്തിട്ടുണ്ടാകും. $3,334 അദ്ദേഹം റീബൈ ചെയ്യാൻ ഉപയോഗിച്ചിട്ടുണ്ടാകും. അതിന്റെ 35% വിലയുള്ള കോയിൻ അദ്ദേഹത്തിന്റെ കയ്യിലുണ്ട്. ആ കോയിന്റെ വില കൂടിക്കൊണ്ടിരിക്കുകയാണ്. കൂടിയ വില അദ്ദേഹത്തിന് വിൽക്കാൻ വേണ്ടി തയ്യാറായി വരുമ്പോൾ അദ്ദേഹത്തിന്റെ പാക്കേജിന്റെ ഇരട്ടിക്ക് മാത്രമേ വിൽക്കാൻ സാധിക്കൂ. സിസ്റ്റം കണക്ട് ചെയ്തിരിക്കുന്ന 2 ലിമിറ്റേഷൻസ്, കോയിൻ സെൽ ലിമിറ്റും ടീം ഇൻകം ലിമിറ്റും, ഈ സിസ്റ്റത്തിന്റെ ബ്യൂട്ടി അനന്ത സാധ്യതയുള്ള ബിസിനസ് ആക്കി മാറ്റുകയാണ്. ഇന്ന് ഒരു ദിവസം 20-25 പ്രാവശ്യം വില മാറുന്ന സാഹചര്യം ബ്ലോക്ക് ചെയിനിൽ നമുക്ക് കാണാൻ സാധിക്കും. കാരണം സെല്ലും ബൈയും കൂടെ. ചെറിയ കമ്മ്യൂണിറ്റി പോലും നിരവധി പ്രാവശ്യം സെല്ല് നമുക്ക് കാണാൻ സാധിക്കുന്നു. എങ്കിൽ ഒരു 10,000 ആൾക്കാരുടെ കമ്മ്യൂണിറ്റി വരുമ്പോൾ സെല്ലിന്റെ എണ്ണം എത്രയായിരിക്കും? 1,00,000 ആൾക്കാരുടെ കമ്മ്യൂണിറ്റി വരുമ്പോൾ ഒരു ദിവസം നടക്കുന്ന ബൈയും സെല്ലും എത്ര പ്രാവശ്യമായിരിക്കും? ഒരുപക്ഷെ ആയിരക്കണക്കിന് 2,000, 3,000, 4,000 പ്രാവശ്യം പ്രൈസ് മാറുന്ന ലെവലിലേക്ക് ഈ സിസ്റ്റം മാറാൻ അധിക നേരം വേണ്ടിവരില്ല. അങ്ങനെ ഒരു ഘട്ടത്തിലേക്ക് ഈ സിസ്റ്റം എത്തിക്കഴിയുമ്പോൾ ഓരോ മാറ്റവും വില കയറി പോകുന്ന അവസ്ഥയായതുകൊണ്ട് തന്നെ ഒരുപക്ഷെ രാവിലെ ഒരു $1,000 നിക്ഷേപിച്ച് വൈകുന്നേരം ആകുമ്പോൾ $2,000 പ്രോഫിറ്റ് എടുത്തു പോകാൻ പറ്റുന്ന സാഹചര്യത്തിലേക്ക് സിസ്റ്റം മാറുമോ? തീർച്ചയായും മാറും. കാരണം കോയിൻ നമ്പർ ഒരിക്കലും അൺലിമിറ്റഡ് ആയിട്ട് കൂടുന്നില്ല. വിറ്റ് പോകുന്നതനുസരിച്ച് കോയിൻ ലിമിറ്റ് കുറഞ്ഞുകൊണ്ടിരിക്കും. അസറ്റ് അതനുസരിച്ച് മെയിൻറ്റെയിൻ ചെയ്ത് കൂടി പോയിക്കൊണ്ടിരിക്കും. ഇതുകൊണ്ട് തന്നെ ഈ സിസ്റ്റം സംതിങ് ഡിഫറെന്റ് ആയിട്ടുള്ള അറ്റ്മോസ്ഫിയർ വയ്ക്കുന്നുണ്ട്. എന്നാൽ വർക്ക് ചെയ്യാതെ നിൽക്കുന്ന ഒരാൾ, അദ്ദേഹത്തിന് 2 ഇൻകം ഓപ്പർച്യൂണിറ്റി സിസ്റ്റം 100% ഉറപ്പിച്ചു പറയുന്നുണ്ട്. ഒന്ന് വിർച്വൽ കോയിൻ അപ്രിസിയേഷൻ ആണ്. അദ്ദേഹത്തിന് എത്ര എമൗണ്ട് കൊണ്ട് വാങ്ങാം. $21, $25, $30, $40, $50, $100 എത്ര കൊണ്ടും വാങ്ങാം. $1,000 കൊണ്ടുള്ള ഏത് എമൗണ്ട് ഉപയോഗിക്കാം. പക്ഷെ അദ്ദേഹം ഉപയോഗിച്ചത് 100, 500, 1000 എന്ന സിംഗിൾ ബൈ എമൗണ്ടുകളാണെങ്കിൽ അത് സിസ്റ്റത്തിൽ ഒരു എക്സ്ട്രാ ഇൻകം അദ്ദേഹത്തിന് ഉണ്ടാക്കി കൊടുക്കും. ഇൻവെസ്റ്റ്മെന്റ് പൂൾ ഇൻകം എന്നാണ് അതിനെ വിളിക്കുന്നത്. ഒരു 4% ഫണ്ട് അതിനുവേണ്ടി എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 1:30 സിസ്റ്റം ഉപയോഗിക്കുന്നുണ്ട്. അതുകൂടെ തന്നെ ചില കണ്ടീഷൻസ് നമ്മൾ മാർക്കറ്റിംഗ് പ്ലാനിൽ സംസാരിച്ചിരുന്നു. ആ കണ്ടീഷൻസ് ഇല്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ ലെവൽ ഇൻകം അവർക്ക് കൊടുക്കത്തില്ല, പകരം അത് പൂൾ ഇൻകത്തിൽ ആഡ് ചെയ്യപ്പെടും. അതാണ് അൺപെയ്ഡ് കമ്മീഷൻ വിൽ ബി ആഡഡ് ടു ദി ഇൻവെസ്റ്റ്മെന്റ് പൂൾ എന്ന സിസ്റ്റം പറയുന്നത്. സോ എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 1:30 ഒരു ഫണ്ട് ഡിസ്ട്രിബ്യൂഷൻ ചെയ്യുന്നുണ്ട്. ആർക്കാണ് കൊടുക്കുക? 100, 500, 1000 ഈ എമൗണ്ട് ചെയ്തവർക്ക് മാത്രമേ കൊടുക്കൂ. അവർക്ക് വേണ്ടി 1 പോയിന്റ്, 5 പോയിന്റ്, 10 പോയിന്റ് ഇങ്ങനെ പോയിന്റ് സിസ്റ്റമാണ് സിസ്റ്റം അതിനുവേണ്ടി കാൽക്കുലേഷൻ എടുക്കുന്നത്. സോ $1,600 ഒരു ഐഡിയ ചെയ്ത ഒരാൾക്ക് $1,600 വരുമാനം കിട്ടുന്നത് വരെയും ഒരു പൂൾ ഇൻകം കിട്ടിക്കൊണ്ടിരിക്കും. 16 പോയിന്റിലുള്ള പൂൾ ഇൻകം. സ്വാഭാവികമായിട്ടും ഒരു ഇൻവെസ്റ്റർ അദ്ദേഹം ഈ സിസ്റ്റത്തിൽ കടന്നു വന്നു, $1,600 മുടക്കി അദ്ദേഹം $1,600 പൂൾ ഇൻകത്തിലൂടെ തിരിച്ചെടുത്തു. അതിനെടുക്കുന്ന സമയം 1 വർഷം, 1.5 വർഷം എത്രയായിക്കോട്ടെ. അതേ സമയം കൊണ്ട് അദ്ദേഹത്തിന്റെ കയ്യിലുള്ള യൂണിറ്റിന്റെ വില കൂടി ഒരു $3,200 വരെ എടുക്കാനുള്ള ഫെസിലിറ്റി സിസ്റ്റം വെച്ചിട്ടുണ്ട്. കാരണം 2x ആണ് ലിമിറ്റ്. ആ ലിമിറ്റ് അദ്ദേഹം യൂട്ടിലൈസ് ചെയ്തു. $3,200 അദ്ദേഹം വിഡ്രോ ചെയ്യുമ്പോൾ 10% കുറഞ്ഞ് ബാക്കി 90% അദ്ദേഹത്തിന് കിട്ടും. $2,880 കിട്ടും. സോ 1,600 പൂളിംഗത്തിലൂടെയും 2,880 വിർച്വൽ കോയിൻ അപ്രീസിയേഷനോടെ അദ്ദേഹം എടുക്കുമ്പോൾ $4,480 അദ്ദേഹം വിഡ്രോ ചെയ്തിട്ടുണ്ടാകും. അദ്ദേഹത്തിന്റെ ഇൻവെസ്റ്റ്മെന്റ് എത്രയാ? വെറും $1,600, 1,44,000 രൂപ. അദ്ദേഹം തിരിച്ചെടുത്ത് എത്രയാ? $4,480, 4,02,300 രൂപ. നോക്കൂ, വേറെ ഏത് സിസ്റ്റത്തിൽ പോയാൽ സ്വർണം വാങ്ങി വെച്ചാൽ നമുക്ക് അങ്ങനെ ഒരു അഷുറൻസ് പറയാൻ സാധിക്കുമോ? ലാൻഡ് വാങ്ങാൻ സാധിക്കുമോ? ഷെയർ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കുമോ? ക്രിപ്റ്റോ കറൻസി വാങ്ങി വെച്ചാൽ സാധിക്കുമോ? ഏതെങ്കിലും ഇൻഷുറൻസ് പോളിസി നിക്ഷേപിച്ചാൽ സാധിക്കുമോ? ടെതർ ഓഷനിൽ സാധിക്കും. 100% ഉറപ്പ് പറയാൻ പറ്റുന്ന ഒരു സിസ്റ്റം, ഒരു മാത്തമാറ്റിക്കൽ ഫോർമുല, അത് ബ്ലോക്ക് ചെയിനിൽ എൻക്രിപ്റ്റ് ചെയ്തിരിക്കുന്ന ഒരു സിസ്റ്റം. എൻക്രിപ്റ്റഡ് മോഡിന്റെ സാധ്യത അത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിച്ചാൽ, വരുന്ന ഫണ്ടിനെ കൃത്യമായിട്ട് മാനേജ് ചെയ്യുന്നത് എങ്ങനെയാന്ന് കൃത്യമായി കണക്ക് അവതരിപ്പിക്കുന്ന ഒരു സിസ്റ്റം,
ഈ ഫണ്ട് ഞങ്ങൾ എന്ത് ചെയ്യുന്നു കൃത്യമായി രേഖപ്പെടുത്തുന്ന ഒരു സിസ്റ്റം. പലരും പല പ്രൊജക്ടിന്റെ കഥകൾ പറയുന്നത് മാത്രമേ ഉള്ളൂ. ഞങ്ങൾ അങ്ങനെ ചെയ്യും, ഇങ്ങനെ ചെയ്യും, ആ യൂട്ടിലിറ്റി ഉണ്ടാക്കും, ഈ കാര്യം ചെയ്യും, ആ കാര്യം ചെയ്യും എന്ന് പറയുക മാത്രമേ ഉള്ളൂ. ഇതൊന്നുമല്ല ഈ സിസ്റ്റം പറയുന്നത്. നിങ്ങൾ വാങ്ങി വെക്കുന്നത് യൂണിറ്റുകളാണ്. യൂണിറ്റിന്റെ വില കൂടും. അത് ഓരോ ട്രാൻസാക്ഷൻ ബേസ് ചെയ്ത് കൂടിക്കൊണ്ടേയിരിക്കും. നിങ്ങൾക്കത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനുള്ള ഒരു മാത്തമാറ്റിക്കൽ ഫോർമുല ഞങ്ങൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. 52% ലിക്വിഡിറ്റി പൂൾ വെച്ചുകൊണ്ട് അത് കൃത്യമായി മെയിൻറ്റെയിൻ ചെയ്യപ്പെടും. ഈ സിസ്റ്റം മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ ആവശ്യമായ ഫണ്ട് അത് നിങ്ങൾ തന്നെ തന്നിട്ടുണ്ട്, അത് ഞങ്ങൾ മാറ്റിവെച്ചിട്ടുണ്ട്. ഇൻവെസ്റ്റ്മെന്റ് കൊടുക്കാനുള്ള ഫണ്ട് നിങ്ങൾ തന്നിട്ടുണ്ട്, അത് മാറ്റിവെച്ചിട്ടുണ്ട്. ലെവൽ ഇൻകം കൊടുക്കാനുള്ള ഫണ്ട് അത് നിങ്ങൾ തന്നിട്ടുണ്ട്, അത് നമ്മൾ മാറ്റിവെച്ചിട്ടുണ്ട്. കൃത്യമായ ഒരു കാൽക്കുലേഷൻ സിസ്റ്റത്തിൽ കാണാൻ സാധിക്കും. ഈ ടെക്നോളജിയെ നമുക്കൊന്ന് കൈകൊണ്ട് പോർക്കാൻ പറ്റുമെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സാധ്യത ലോകം മുഴുവൻ നിന്ന് എക്സ്പ്ലോയിറ്റ് ചെയ്യുന്ന കാലഘട്ടത്തിൽ ടെതർ ഓഷൻ എന്ന സിസ്റ്റത്തെ നമുക്ക് എക്സ്പ്ലോയിറ്റ് ചെയ്യാം. നമ്മുടെ ലൈഫ് സെക്യൂർ ആക്കാൻ, നമ്മുടെ ലൈഫിൽ വലിയ അച്ചീവ്മെന്റ് ഉണ്ടാക്കാൻ, വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ. തീർച്ചയായും ഇന്ന് തന്നെ USDT അക്യുമുലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സോളിഡ് ടീമിനെ ബിൽഡ് ചെയ്യാൻ സാധിക്കുന്ന ടെതർ ഓഷൻ സിസ്റ്റം എന്ന .com എന്ന പ്രൊജക്ടിന്റെ ഭാഗമായിട്ട് മാറാൻ സാധിക്കട്ടെ. ലോകം മുഴുവൻ ഇന്ന് ക്രിപ്റ്റോയെ കുറിച്ച് സംസാരിക്കുന്ന കാലഘട്ടമാണെങ്കിൽ, എന്ത് സംസാരിച്ചാലും അത് ക്രിപ്റ്റോ അല്ലേ, അത് ക്രിപ്റ്റോ അല്ലേ എന്ന് ചോദിക്കുന്ന കാലഘട്ടമാണെങ്കിൽ, നാളെ ലോകം സംസാരിക്കാൻ പോകുന്നത് ഗുഡയെ കുറിച്ചിട്ടായിരിക്കും. വാല്യൂ അപ്പ് ഡിജിറ്റൽ അസെറ്റ്. സോ ആ സിസ്റ്റത്തിന്റെ ഭാഗമായിട്ട് മാറാൻ നമുക്ക് എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം ഞാൻ വിട ചോദിക്കുന്നു. ഇന്ന് ഈ സിസ്റ്റവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് അറിയേണ്ടതായ, ചോദിക്കേണ്ടതായ എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാനുള്ള സമയമായിട്ട് ഞാൻ ഈ സമയത്തെ മാറ്റിവെക്കുകയാണ്. മൈക്ക് ഓപ്പൺ ചെയ്ത് നിങ്ങൾക്ക് സംസാരിക്കാം. ഈ സിസ്റ്റവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയങ്ങൾ ദൂരീകരിക്കാനുണ്ടെങ്കിൽ അത് ചെയ്യാം, അല്ല എക്സ്പീരിയൻസ് ഷെയർ ആണെങ്കിൽ അതും ചെയ്യാം. ഞാൻ ഒരാളെ ഇൻവൈറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. ഈ ബിസിനസ്സിൽ വന്നതിന് ശേഷം ഞാൻ എൻ്റെ ജീവിതത്തിൽ പരിചയപ്പെട്ട ഒരു വ്യക്തിത്വം. എനിക്ക് 46 വയസ്സുണ്ട്. അതിനു മുമ്പ് ഞാൻ അദ്ദേഹത്തെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. പക്ഷെ ബിസിനസ് വന്നു. അദ്ദേഹം എന്നെ കാണാൻ വേണ്ടി ആലപ്പുഴയിൽ വന്നതാണ്. അദ്ദേഹം എന്നെ മീറ്റ് ചെയ്തു. ഈ ആശയവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ഞങ്ങൾ സംസാരിച്ചു. അദ്ദേഹം അവിടെ നിന്ന് തന്നെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. ഇന്ന് ഈ സിസ്റ്റത്തിന്റെ സിൽവർ റാങ്ക് ക്വാളിഫൈ ചെയ്തിരുന്ന വ്യക്തിത്വം. ലെറ്റ് മീ ഇൻവൈറ്റ് Kumar Das sir. Please open your mic and share some words to the community. Yes. Thank you. Welcome. Good evening. എല്ലാവർക്കും നമസ്കാരം. സാർ പറഞ്ഞതുപോലെ എൻ്റെ പേര് കുമാരദാസ്. ഞാൻ ബിസിനസ് അറിയാൻ വേണ്ടി ഇവിടെ തക്കലയിൽ, അതായത് കന്യാകുമാരി ഡിസ്ട്രിക്റ്റിലെ തക്കലയിലുള്ള ഭാഗത്തിൽ നിന്ന് ആലപ്പുഴ ട്രെയിൻ ഏറി ചെന്നാണ് ഈ ബിസിനസ്സിന്റെ ഡീറ്റെയിൽസ് മിസ്റ്റർ അബ്ദുൽ മജീദ് സാറോടെ ബന്ധപ്പെട്ട് അവരുടെ നിന്ന് നമുക്ക് കൃത്യമായ ബിസിനസിനെ കുറിച്ചുള്ള അറിവ് കിട്ടിയത് കൊണ്ട് അന്നേ ജോയിൻ ചെയ്തു. എന്നെ ഈ ബിസിനസ്സിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തത് മിസ്റ്റർ സതീഷ് ആണ്. ഡേറ്റ് ഓഫ് ജോയിനിങ് 7/10/2024 12:30 അത് ഡേറ്റ് ഓഫ് ജോയിനിങ്, അത് ടൈം. ആകെ ഇത്രയും ദിവസം ഇതിന്റെ ബിസിനസ് കുറിച്ചുള്ള ചെറുതായുള്ള അനുഭവങ്ങളെ കൊണ്ട് ബിസിനസ് നല്ല രീതിയിൽ ചെയ്തത് കൊണ്ട് 11/11/2024 ഒരു സിൽവർ റാങ്കില് വരാനുള്ള ഒരു സാധ്യത എനിക്ക് കിട്ടി. കൂടാതെ ബിസിനസ് വോളിയം എന്ന് പറയുന്ന ഒരു USDT നിയറസ്റ്റ് 15,000 ഒരു ബിസിനസ് വോളിയം കിട്ടിയിട്ടുണ്ട്. ഈ ബിസിനസ് ഒരു ലളിതമായ ബിസിനസ്സിന് നാം അറിഞ്ഞതുകൊണ്ടും, കൂടാതെ ഇത് ഒരു കാരിയർ സിസ്റ്റത്തോട് കൂടിയും ലെവൽ സിസ്റ്റത്തോട് കൂടിയും ചേർന്ന് എല്ലാവരുടെ ലൈഫിലെ സാമ്പത്ത് ഉണ്ടാക്കേണ്ട രീതിയിൽ ഈ ബിസിനസ് ഉണ്ട്. എന്താണ് പറഞ്ഞാൽ ഈസിലി അച്ചീവ്മെന്റ്, സിസ്റ്റമാറ്റിക്ക പണിയെടുക്കുന്ന എല്ലാവരും ഈസിലി അച്ചീവ്മെന്റ് ചെയ്യാൻ രീതിയിൽ അക്കുമുലേഷൻ ആയി കൊണ്ടുവരുന്ന ഒരു നല്ലൊരു പ്രോജക്റ്റ് ആണ് ടെതർ ഓഷൻ എന്ന് പറയുന്ന ഈ ഉഡ പ്രോജക്റ്റ്. ഏതൊരു ടാർഗറ്റിനും ടൈം ലിമിറ്റ് ഇല്ല. അൺലിമിറ്റഡ് ഇൻകം സമ്പാദിക്കാൻ വേണ്ടി ഒരു നല്ല പ്രോജക്റ്റ് എല്ലാവർക്കും കിട്ടിയിട്ടുണ്ട്. ദ പ്രോജക്റ്റിന്റെ ബേസിക് ഒരു ഐഡിയ ക്യാൻ ചേഞ്ച് യുവർ ലൈഫ്, അങ്ങനെ പറയുന്ന മാതിരി ഒരു ഐഡിയ എല്ലാവരുടെയും ഉഡാ പ്രോജക്റ്റില് പങ്കെടുക്കുന്ന, ഉഡാ പ്രോജക്റ്റില് പ്രവർത്തിക്കുന്ന
ആ പ്രോജക്റ്റിലെ പണിയെടുക്കുന്ന എല്ലാ വ്യക്തിക്കും ഈ ഒരു അവസരം കിട്ടിയിട്ടുണ്ട്. എല്ലാവരും ഇത് നല്ല രീതിയിൽ പണിയെടുത്ത് വിജയിക്കുമെന്ന് എൻ്റെ ഗ്രീറ്റിംഗ്സ് പറഞ്ഞുകൊണ്ട് ഈ വാക്കുകളെ ചുരുക്കി നിർത്താൻ പോകുന്നു. ഉഡ എന്ന് പറയുന്നത് എവർ ഏൺ, എപ്പോഴും ഏൺ ചെയ്തുകൊണ്ടിരിക്കുന്ന, എല്ലാ സമയവും ഏൺ ചെയ്തുകൊണ്ടിരിക്കുന്ന, എനിക്ക് ഏൺ ചെയ്യാൻ താല്പര്യമില്ല അങ്ങനെ പറഞ്ഞാലും ഏണിങ്സ് വന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രോജക്റ്റ് ആണ്. താങ്ക് യു വെരി മച്ച്. താങ്ക് യു സർ, താങ്ക് യു ഫോർ യുവർ വണ്ടർഫുൾ വേർഡ്സ്. ചുരുങ്ങിയ സമയം കൊണ്ട്, അതായത് ഒക്ടോബർ മാസം സ്റ്റാർട്ട് ചെയ്യുന്നു, നവംബർ മാസം തന്നെ സിൽവർ റാങ്ക് ക്വാളിഫൈ ചെയ്യുന്നു. 15,000 എബോ ബിസിനസ് വോളിയം ഓൾറെഡി വന്നു കഴിഞ്ഞു. വെറും $10,000 ബിസിനസ് വന്നാൽ ഗോൾഡ് റാങ്കിനുള്ള ക്വാളിഫിക്കേഷൻ വളരെ ഈസി ആയിട്ട് എത്താൻ സാധിക്കും. വളരെ സിമ്പിൾ ആയിട്ട് ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി കയ്യിൽ എൻജോയ് ചെയ്ത് ഉപയോഗിക്കുന്ന സാറിന് എല്ലാവിധ ഭാവങ്ങളും നേരുന്നു. സെയിം സർ, ശ്വേത സാർ അവൈലബിൾ ആണോ? ഓക്കെ, ഇനി ആരാണ് എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാനോ ക്വസ്റ്റ്യൻ ചോദിക്കാനോ എന്തെങ്കിലും? 9:52 നമ്മുടെ സമയം. ഇന്ന് മനോഹരമായ ഒരു വീഡിയോ കൂടി നമ്മൾ എല്ലാവരും കണ്ടു ഈ പ്രൊജക്റ്റില്. യെസ്, നുജുമിന്റെ മൈക്ക് ഓപ്പൺ ആണ്, സംസാരിക്കാൻ വേണ്ടിയാണോ? ചെക്ക് ചെയ്താ സാറേ. ഓക്കെ. ഇന്ന് മനോഹരമായ വീഡിയോ കണ്ടു. ഫിജോയും നൂറയുമായിരുന്നു ആ വീഡിയോയിലെയും താരം. അനസ്കുഷയുടെ മൂന്നാമത്തെ വീഡിയോ, ആ വീഡിയോ വളരെ കൃത്യമായി നിങ്ങൾക്ക് എല്ലാവർക്കും എത്തിയിട്ടുണ്ടാകും. സോ ആ വീഡിയോയുമായി ബന്ധപ്പെട്ട അനുഭവങ്ങൾ ഫിജോ ജോസഫ് സാറോ നൂറയോ ഒന്ന് ഷെയർ ചെയ്യുന്നത് നന്നായിരിക്കും എന്ന് തോന്നുന്നു. ആരാണ് അവൈലബിൾ ആയിട്ടുള്ളത്? ജസ്റ്റ് ഒന്ന് മൈക്ക് ഓപ്പൺ ചെയ്ത് സംസാരിക്കാമോ? യെസ് ഫിജോ, വെൽക്കം. നമസ്കാരം. ഹലോ, യെസ്, താങ്ക് യു സർ, താങ്ക് യു. വളരെ നല്ലൊരു പ്രസന്റേഷൻ ആയിരുന്നു. ഇന്ന് ടെദ്രോഷൻ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്തിട്ടുള്ള എല്ലാവർക്കും വളരെ ഈ സിസ്റ്റം എന്താണെന്ന് വളരെ ലളിതമായിട്ടുള്ള രീതിയിൽ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു സെക്ഷൻ ആയിരുന്നു സാറിന്റെ ഇന്നത്തെ. കാരണം നമ്മളെല്ലാവരും ഗ്രൂപ്പിൽ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരുപാട് പേരുകൾ പുതിയതായിട്ട് നമ്മുടെ ഈ കൺസെപ്റ്റ് കേൾക്കുന്ന ഒരുപാട് പേര് സാറിന്റെ ഈ പ്രസന്റേഷൻ കേട്ടിട്ടുണ്ട്. ഇതിന്റെയൊക്കെ ഫീഡ്ബാക്ക് ഞങ്ങൾക്ക് വരും ദിവസങ്ങളിൽ വോയിസ് ഒന്ന് ബ്രേക്ക് ആയിട്ടുണ്ട്. ഫിജോന്റെ വോയിസ് ഒന്ന് ബ്രേക്ക് ആയിട്ടുണ്ട്. അത് ഏർണിങ്സ് ആയിട്ട് മാറ്റാൻ പറ്റുന്ന ഒരു നല്ല ഫിജോ, നെറ്റ്വർക്ക് റേഞ്ച് കുറവുള്ള സ്ഥലത്താന്ന് തോന്നുന്നു. മിക്കവാറും യാത്രകളൊക്കെ ആയിരിക്കും. കാരണം അതിശക്തമായ ബിസിനസ് കൊണ്ടിരുന്ന ഒരു വ്യക്തിത്വമാണ്. വീണ്ടും വേറെ ആരെങ്കിലും സംസാരിക്കാൻ? ക്ലിയർ ആണോ? ഓക്കെ സാർ, താങ്ക് യു. ഞാൻ പറഞ്ഞു വന്ന ഇത്രയേ ഉള്ളൂ. നമ്മുടെ ഈ കമ്മ്യൂണിറ്റിയിൽ നമ്മുടെ വീഡിയോ കണ്ട് കടന്നു വന്നിട്ടുള്ള ഒരുപാട് മെമ്പേഴ്സ് ഉണ്ട്. ആ ഒരു മെമ്പേഴ്സിന് ഇത് എന്താന്നുള്ളത് ജസ്റ്റ് ഒരു ഇന്റർവ്യൂവിൽ നിന്നും അല്ലെങ്കിൽ ആ ഒരു യൂട്യൂബ് വീഡിയോയിൽ നിന്നും ഒന്നും മനസ്സിലാവില്ല. ജസ്റ്റ് ഒരു ചെറിയൊരു ഇൻട്രൊഡക്ഷൻ മാത്രമേ ഉള്ളൂ ശരിക്കും. ബാക്കിയുള്ള കാര്യങ്ങൾ സാറിന്റെ ഈ സെക്ഷനിൽ നിന്നാണ് ഫിജോ, റേഞ്ച് കട്ടായി പോകുന്നുണ്ട്. ഫിജോ, ഒന്നും ക്ലിയർ അല്ല, വോയിസ് ക്ലിയർ അല്ല. ഫിജോന്റെ വോയിസ് ക്ലിയർ അല്ല, കട്ടായി പോകുന്നുണ്ട്. ഓക്കെ, താങ്ക് യു ഫിജോ, താങ്ക് യു. വളരെ എനർജറ്റിക് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ഷെയറിംഗ് നടത്തുന്നു. റേഞ്ചിന്റെ പ്രശ്നം അവിടെ ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു.
എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. ഓക്കെ, താങ്ക് യു, താങ്ക് യു, താങ്ക് യു. വരും ദിവസങ്ങളിലൊക്കെ ഈ സാറിന്റെ ഈ ചീവേഴ്സ് ആയി മാറുന്ന ഒരു സെക്ഷനാണ്. ഓക്കെ, മജി സാർ, Yes. നൂറ മാഡം ഫ്രീ ആണോ എന്നുള്ളത് ജസ്റ്റ് ഒന്ന് ചോദിക്കാൻ പറ്റുമോ? നൂറ അവൈലബിൾ ആണോ എന്നുള്ളത്? മാഡം അവൈലബിൾ ആണോ? ഫ്രീ ആണോ? യെസ്, അഷ്റഫ് മൈക്ക് ഓപ്പൺ ആണ്, സംസാരിക്കാൻ വേണ്ടിയാണോ? ഓക്കെ, സോ നമുക്ക് വീണ്ടും അടുത്ത ദിവസം നമുക്ക് കണ്ടുമുട്ടാം. ഇന്ന് വെള്ളിയാഴ്ച ദിവസം, നാളെ ശനിയാണ്. നാളെ ശനിയാഴ്ച 9 മണിക്ക് ഹിന്ദിയിലുള്ള സൂം പ്രസന്റേഷൻ ആണ് മിസ്റ്റർ വിശാൽ ഭാട്ടിയ. അദ്ദേഹം വളരെ എനർജറ്റിക് ആയിട്ട് ഹിന്ദിയിൽ അത് പ്രസന്റ് ചെയ്യുന്നുണ്ടാകും. ഹിന്ദി അറിയുമോ ഇല്ലയോ എന്നുള്ളതല്ല നമ്മുടെ മുമ്പിലുള്ള സെലക്ഷൻ പോയിന്റ്. സെലക്ഷൻ പോയിന്റ് ഇതാണ്: ഈ കമ്മ്യൂണിറ്റി എക്സ്പാൻഡ് ചെയ്യുന്ന സ്പീഡ് കൂടണമെന്നുണ്ടെങ്കിൽ ഈ കമ്മ്യൂണിറ്റിയുടെ ഭാഗമായി നിൽക്കുന്ന നമ്മളെല്ലാവരും ഇതിന്റെ പ്രൊമോഷൻ സാധ്യത എവിടെയുള്ളതുണ്ടോ അവിടെ എല്ലാം പങ്കെടുക്കണം. ഒരു സൂം ഉണ്ടെങ്കിൽ ആ സൂമിൽ നമ്മുടെ പ്രസൻസ് ഉണ്ടാകണം. ഹിന്ദി സൂമിൽ നമ്മുടെ പ്രസൻസ് നമ്മൾ കൊടുക്കണം. ഹിന്ദി മനസ്സിലാകുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല, കമ്മ്യൂണിറ്റി എക്സ്പാൻഡ് ചെയ്യാനുള്ള സാധ്യതകൾ എങ്ങനെയാണ്. ഒരു എനർജറ്റിക് ആയിട്ടുള്ള കമ്മ്യൂണിറ്റി ഉണ്ടെന്ന ഫീലിലാണ് പലപ്പോഴും കൂടുതൽ ആളുകളിലേക്ക് ഈ ആശയം എത്തിക്കാൻ എളുപ്പമായി തീരുക. എത്ര വേഗത്തിൽ കൂടുതൽ ആളുകളിലേക്ക് എത്തുന്നുണ്ടോ, 1300 പേരിൽ നിന്ന് 13,000 ആളിലേക്ക് എത്താൻ വേണ്ടി 1 മാസമോ 2 മാസമോ 3 മാസമോ സ്പീഡാണ് എടുക്കുന്നതെങ്കിൽ അത്ര സ്പീഡിലാണ് നമുക്ക് പൂളിംഗം വന്നു ചേരുക, അത്ര സ്പീഡിലാണ് നമ്മുടെ കോയിന്റെ ഗ്രോത്ത് ഉണ്ടാകുക. എന്നാൽ ഈ 13,000 ആൾക്കാർ എത്താൻ വേണ്ടി 1.5 വർഷം എടുത്താൽ അത്രയും സ്ലോവിലാണ് പൂളിംഗം വന്നു ചേരുക, അത്രയും സ്ലോവിലാണ് ഗ്രോത്ത് ഉണ്ടാകുക. സോ നമ്മൾ ഡിസൈഡ് ചെയ്യേണ്ടത് എത്ര സ്പീഡിൽ നമുക്ക് ഗ്രോത്ത് വേണം എന്നുള്ളതാണ്. അങ്ങനെ ഗ്രോത്ത് വേണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ സിസ്റ്റം മുന്നോട്ട് വെക്കുന്ന എല്ലാ പ്രോഗ്രാമിലും നമ്മൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ ഉറപ്പിക്കണം. നമ്മുടെ ടീമിലുള്ള ഓരോ ആളുകളുടെയും പാർട്ടിസിപ്പേഷൻ ഉറപ്പിക്കണം. ഇത് ഈ സിസ്റ്റത്തിന്റെ ഭാഗം മാത്രമല്ല, ലോകത്തെല്ലായിടത്തും എല്ലാ കാര്യങ്ങളും അങ്ങനെ തന്നെയാണ്. കമ്മ്യൂണിക്കേഷനും മീറ്റിങ്ങും അതിന്റെ പ്രൊമോഷൻസും അത് തന്നെയാണ് ലോകത്തെല്ലാം വലിയ ലെവലിലേക്ക് മാറിയിട്ടുണ്ടാകുക. ടെതറോഷിനെ വലിയ ലെവലിലേക്ക് മാറ്റാൻ, കമ്മ്യൂണിറ്റി സെൻട്രിക് ആയിട്ടുള്ള ഈ പ്രൊജക്ടിനെ വലിയ അച്ചീവ്മെന്റിലേക്ക് ഉയർത്താൻ നമുക്ക് ഒരുമിച്ച് ഒരു കൂട്ടായ യത്നത്തിലൂടെ സാധിക്കും. അതിന് ദൈവം സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ സെഷൻ ഇവിടെ കൺക്ലൂഡ് ചെയ്യുന്നു. താങ്ക് യു.